أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ആദരണീയരായ സഹോദരിമാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തിബിയാൻ റിസർച്ചേഴ്സ് ഫോറത്തിൻ്റെ 16ാമത് സെഷനിലാണ് നമ്മളിപ്പോൾ ഒത്തുചേർന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ അടുത്ത് അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ സുബുലുസ്സലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനും ഒരു ഹ്രസ്വകാലം എൻ്റെ വിദ്യാർത്ഥിയൊക്കെ ആയിരുന്ന സഹോദരൻ അഹമ്മദ് സവാദാണ്. അദ്ദേഹം കമ്പ്യൂട്ടർ സയൻസിൽ ബിടെക് ബിരുദം കരസ്ഥമാക്കിയതിന് ശേഷം ബിസിനസ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് മാസ്റ്റർ ഡിഗ്രി ചെയ്തിട്ടുള്ള ആളാണ്. നമ്മുടെ ഈ വേദിയിൽ മിക്കവാറും സെഷൻസിലൊക്കെ പങ്കെടുക്കാറുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. നമ്മുടെ ഇന്നത്തെ വിഷയം മാർക്കറ്റിംഗ് പ്രിൻസിപ്പിൾസ് ഇൻ ബിസിനസ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് ആൻഡ് ദ ഖുർആൻ എന്നതാണ്. ഒരുപക്ഷെ വളരെ വ്യത്യസ്തത തോന്നുന്ന ഒരു വിഷയമായിരിക്കും ഇത്. ഇങ്ങനെ ഒരു ഫ്ലയർ തയ്യാറാക്കി പലർക്കും അയച്ചപ്പോൾ ഉണ്ടായ ഒരു ഇമ്മീഡിയറ്റ് റെസ്പോൺസ് എന്നത് ആ വിഷയത്തിൻ്റെ ഒരു കൗതുകം അല്ലെങ്കിൽ ഒരു അസാധാരണത്വം എന്നതിൽ ഊന്നിക്കൊണ്ട് ഉള്ളതായിരുന്നു. തിബിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുഖ്യമായ പ്രോജക്റ്റ് തന്നെ ആധുനിക മാനവ വിജ്ഞാനീയങ്ങളെ വിശുദ്ധ ഖുർആൻ്റെ നോക്കുകുഴലിലൂടെ പുനഃക്രമീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പുനർവായന നടത്തിക്കൊണ്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുക എന്നത് ആണ്. ആ ഒരു ആംഗിളിൽ നിന്നുകൊണ്ട് നമ്മൾ ഇതിനകം 15 വ്യത്യസ്ത വിഷയങ്ങളിൽ ഇവിടെ സെഷൻസ് ഓർഗനൈസ് ചെയ്യുകയുണ്ടായിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് ചർച്ചയ്ക്ക് വേണ്ടി നമ്മൾ പരിഗണിക്കുന്ന ഈ വിഷയം ബിസിനസ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് എന്ന വിശാലമായ സാധ്യതയുള്ള ഒരു പഠന മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപക്ഷെ വൈജ്ഞാനിക ചരിത്രത്തിൽ അക്കാഡമിക് ഹിസ്റ്ററി പരിശോധിച്ചുകൊണ്ട് ഈ വിഷയത്തെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ വളരെ പ്രായം കുറഞ്ഞ സമീപകാലത്ത് മാത്രം ഒരു അക്കാഡമിക് ഡിസ്കോഴ്സായി മാറിയിട്ടുള്ള ഒരു പഠന മേഖലയാണ് ഇത് എന്ന് കാണാൻ കഴിയും. പക്ഷേ ഇതിൻ്റെ വേരുകൾ ഒരുപാട് സഹസ്രാബ്ദങ്ങൾ അപ്പുറത്തേക്ക് തന്നെ നീണ്ടു കിടക്കുന്നത് സാധാരണ മനുഷ്യരുടെ പ്രാഗ്മാറ്റിക് ആയ പ്രായോഗിക വിജ്ഞാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള വിജ്ഞാന സമ്പത്തുക്കളാണ് ഈ വിജ്ഞാന ശാഖയുടെ അടിത്തറയായിട്ട് നിലകൊള്ളുന്നത്. ഒരു ഡിസിപ്ലിൻ എന്ന നിലക്ക് സമീപകാലത്താണ് ഒരു പക്ഷേ ഇതിനെ ഫ്രെയിം ചെയ്തെടുത്ത് ഒരു അക്കാഡമിക് സ്റ്റഡിയുടെ ഒരു ഏരിയയായി ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് പാഠപുസ്തകങ്ങളും അതിൻ്റെ ചാമ്പ്യൻസൊക്കെ ആയിട്ടുള്ള അതിൻ്റെ മാസ്റ്റേഴ്സൊക്കെ ആയിട്ടുള്ള ഒരു ലോകം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാവുക വളരെ റീസെൻ്റായ ഒരു കാലത്തായിരിക്കണം. ഈ ഒട്ടുമിക്ക ബ്രാഞ്ചസ് ഓഫ് ഹ്യൂമാനിറ്റീസിൻ്റെയും ചരിത്രം ഇങ്ങനെയൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയും. അത് ഭാഷാ പഠന ശാസ്ത്രമായാലും മനഃശാസ്ത്ര പഠനമായാലും ബിഹേവിയറൽ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളതായാലും അതുപോലെ വാണിജ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ടതൊക്കെ ആണെങ്കിലും ഇതിന് ഒരു പഠന മേഖല എന്ന നിലക്ക് ഉള്ള ഒരു രൂപം കൈവരിക്കുന്നത് കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് അല്ലെങ്കിൽ 1.5 നൂറ്റാണ്ടൊക്കെ മുന്നേ അല്ലെങ്കിൽ അത് അത്രയും റീസെൻ്റ് ആണ് എന്നത് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ വളരെ അമൂല്യമായ ഒരുപാട് വൈജ്ഞാനികമായ സമ്പത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് പല സ്രോതസ്സുകളിലും ലഭ്യമാണ് എന്നതാണ് ഇത്തരം വിഷയങ്ങളുടെ ഒരു ഏറ്റവും നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു പ്രത്യേകത. ഇന്ന് ഈ വിഷയത്തിലേക്ക് പരിമിതപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു ശ്രമം നടത്തുകയാണെങ്കിൽ നമുക്കറിയാം ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത വിപണനത്തിൻ്റെ സാധ്യതകളെ പരമാവധി എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു അപ്രോച്ച് എല്ലാ ജീവിത മേഖലകളിലും
ആളുകൾ സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്ത് ചെയ്യുന്നതും അതിൻ്റെ വിപണന സാധ്യത നോക്കിയിട്ടാണ്. മാർക്കറ്റിംഗ് ആണ് എന്തിൻ്റെയും നാവിൻ തുമ്പിൽ വരുന്ന ആദ്യത്തെ വാക്ക്. ഇപ്പോൾ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചാൽ ആ പ്രസിദ്ധീകരണത്തിൻ്റെ താല്പര്യമൊക്കെ ചിലപ്പോൾ വളരെ സ്പിരിച്വൽ ആയിരിക്കും, ഒരുപക്ഷെ വളരെ ആധ്യാത്മികമോ മെറ്റഫിസിക്കലോ ഒക്കെ ആയ മേഖലകളെ കുറിച്ചുള്ളതായിരിക്കും. പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിലും പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന ആള്, എഴുതുന്ന ആള്, അത് വിൽപ്പന നടത്തുന്ന ആൾ, ഇവരുടെയൊക്കെ വായിക്കുന്ന വാങ്ങുന്ന ഒക്കെ ആളുകളുടെ മനസ്സിൽ ആദ്യം വരുന്ന ഇഷ്യൂ ഇതിൻ്റെ വിപണന സാധ്യത എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധിക്കുന്ന വിധത്തിലാണ്. അത് ഭക്ഷണം തയ്യാറാക്കി വിൽക്കുന്നവരായാലും മരുന്ന് തയ്യാറാക്കി വിൽക്കുന്നവരായാലും ചികിത്സ എന്ന പദ്ധതികളെ സേവനത്തിനെ വിൽക്കുന്നവരായാലും ഒക്കെ മാർക്കറ്റിംഗ് എന്നത് വളരെ പ്രധാനമാണ്. ഇനി മത രംഗത്തോ അല്ലെങ്കിൽ നിയമപഠന രംഗത്തോ ഒക്കെ തന്നെ ആളുകൾ അവരുടെ കഴിവോ അറിവോ അല്ലെങ്കിൽ അവരുടെ പരിജ്ഞാനമോ ഒക്കെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കുന്ന വിധത്തിൽ സപ്ലൈ ചെയ്യുന്നതിനെ ആലോചിക്കുമ്പോഴും ആളുകളുടെ മനസ്സിൽ ആദ്യം വരുന്ന പദം മാർക്കറ്റിംഗ് എന്നതാണ്. അതിൻ്റെ വിപണന സാധ്യത, അതിൻ്റെ ഫ്രെയിമൊക്കെ എത്രത്തോളം ഉണ്ട് എന്ന ഒരു അന്വേഷണമാണ് അതിൽ കാണാൻ കഴിയുന്നത് എന്നതാണ് വളരെ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ മാർക്കറ്റിംഗ് എന്നത് ഈ കാലഘട്ടത്തിൽ നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ ഒക്കെ വിലയിരുത്താൻ പറ്റുമെങ്കിലും ഇത് വളരെ സെൻട്രൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സംഗതിയാണ് ഇന്ന് എന്നതിൽ ആർക്കും സംശയമൊന്നുമില്ല. വിപണനം ആണ് ഈ കാലഘട്ടത്തിൻ്റെ കൾച്ചറിൻ്റെ ഒരു ഹാൾമാർക്ക് എന്ന് പറയാവുന്ന ഒരു എക്സ്പ്രഷൻ അല്ലെ ഒരു പ്രയോഗം. അപ്പോൾ മാത്രമല്ല ബന്ധങ്ങളും വല്ലാത്ത വിപണനത്തിൻ്റെ തലത്തിലുള്ള ഒരു സംഗതിയായി മാറുന്നുണ്ട്. വ്യക്തിബന്ധങ്ങൾ, സൗഹൃദങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, ഇതൊക്കെ എനിക്ക് അത്തരം ബന്ധങ്ങൾ കൊണ്ട് എന്ത് നേട്ടം എന്ന് അന്വേഷിക്കുന്ന ഒരു പ്രകൃതം മനുഷ്യന് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലം കൂടി മനസ്സിൽ കണ്ടുകൊണ്ട് സമീപകാലത്ത് പടിഞ്ഞാറൻ നാടുകളിലും അതുപോലെ പടിഞ്ഞാറിൻ്റെ സ്വാധീന മേഖലയിൽ പെട്ടിട്ടുള്ള പോസ്റ്റ് കൊളോണിയൽ ടെറിട്ടറീസിലൊക്കെ തന്നെ ഈ ബിസിനസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അതുപോലെ മാനേജ്മെൻറ്റ് സ്റ്റഡീസ്, മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയ സ്റ്റഡീസ്, ഇതൊക്കെ വലിയ പ്രാധാന്യം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. സ്കൂൾസ് വേൾഡ് വൈഡ് ആയിട്ട് തന്നെ ധാരാളം ഉണ്ട്. അതിൽ തന്നെ ഗ്രേഡിംഗ് ആണ്, അതിൻ്റെ സ്റ്റാറും ഗ്രേഡും ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് കോഴ്സ് ഓഫർ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ഈ സ്റ്റാറിങ്ങും ഗ്രേഡിങ്ങും ഒക്കെ തന്നെ ഇതിൻ്റെ ആ കോഴ്സിൻ്റെ അത് ചെയ്ത് പുറത്തിറങ്ങുന്നവരുടെ വിപണന സാധ്യത എത്രത്തോളം ഉണ്ട് എന്നതുകൂടി നിർണ്ണയിക്കുന്നതാണ് ഈ ഗ്രേഡിങ്ങും സ്റ്റാറിങ്ങും ഒക്കെ എന്നതും നമുക്ക് കാണാൻ കഴിയും. അത്രയും ഈ ബിസിനസ് മാനേജ്മെൻറ്റ് എന്നുള്ള മേഖല പഠനത്തിൻ്റെ ഒരു അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ മാപ്പിലെ ഒരു പ്രോമിനൻ്റ് പ്ലേസ് ഓക്യുപ്പൈ ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത് എന്നതാണ് നമുക്ക് വലിയ തർക്കമൊന്നുമില്ലാതെ തന്നെ പറയാവുന്ന ഒരു വസ്തുത. ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ എന്താണ് വിപണന തത്വങ്ങൾ എന്ന വിധത്തിൽ ഈ മാനേജ്മെന്റ് സ്റ്റഡീസിൻ്റെ മേഖലയിൽ പഠിപ്പിക്കപ്പെടുന്നത് എന്നത് അറിയാനൊരു താല്പര്യം ഉണ്ടാവുക സ്വാഭാവികമാണ്. ഈ മേഖലയിൽ ഖുർആൻ റിലേറ്റഡ് ആയിട്ടുള്ള ലെഗസി ഓഫ് നോളജ് എന്താണ് മനുഷ്യ സമൂഹത്തിന് പറഞ്ഞു തരുന്നത് എന്നതും പരിശോധിക്കാൻ വലിയ പ്രാധാന്യം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ മാനേജ്മെന്റ് സ്റ്റഡീസ് എന്നുള്ളത് ഇപ്പം നമുക്കറിയാം. ഇപ്പോൾ ഈ ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്നുള്ള പേരിൽ ധാരാളം ആളുകൾ, ചെറുപ്പക്കാർ ഈ കോട്ടൊക്കെ അണിഞ്ഞും ടൈ കെട്ടിയും ഒരു പ്രത്യേക വേഷമൊക്കെ അണിഞ്ഞുകൊണ്ടൊക്കെ വീടുകളിലൊക്കെ എത്തുന്ന ഒരു കാലമാണല്ലോ ഒന്ന്. അപ്പോൾ അവർക്ക് അത് അവരൊരു സംഗതി അണ്ടർടേക്ക് ചെയ്തിട്ട് അത് നടത്തുന്നതിന് പ്രത്യേകം ട്രെയിൻഡായ രീതിയിലാണ് അവർ വരിക. അവർ വന്നിട്ട് നമ്മളോട് പറയുന്ന രീതി, എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതി, അതിനവർ തരുന്ന പ്രതികരണം, ഇതൊക്കെ തന്നെ വളരെ പ്രൊഫഷണലി ട്രെയിൻഡായ ആളുകളുടെ രീതികളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അത്രത്തോളം നമ്മളുടെ ഡെയിലി ലൈഫിനെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. അപ്പം ഈ കാര്യത്തിൽ എന്താണ് ഖുർആന്റെ നിലപാട് എന്നത് പരിശോധിക്കുന്നത് നമുക്ക് ഒരു ഭയങ്കരമായ എൻലൈറ്റൻമെന്റ് ഉണ്ടാക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഖുർആനിലെയും ഹദീസുകളിലെയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിജ്ഞാന സ്രോതസ്സുകളിലുമൊക്കെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് നമ്മളുടെ ശ്രദ്ധ പതിയേണ്ടത്. പ്രത്യേകിച്ച് പുതിയ തലമുറയിലെ യുവാക്കൾ ഇപ്പം എഞ്ചിനീയറിംഗ് ബിരുദം കഴിഞ്ഞാലും മെഡിസിൻ ബിരുദം കഴിഞ്ഞാലും ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്
നാഷണൽ ലെവലിലെ മെഡിക്കൽ എൻട്രൻസ് ടെസ്റ്റിൽ റാങ്ക് നമ്പർ 1 ആയിരുന്ന ഒരാൾ MBBS ചെയ്തതിന് ശേഷം പിന്നെ US പോയിട്ട് ഈ ബിസിനസ് മാനേജ്മെൻറ്റ് സ്റ്റഡീസിൽ മാസ്റ്റർ ഡിഗ്രി എടുക്കാനാണ് അദ്ദേഹം പോയി താല്പര്യം കാണിച്ചിട്ട് പോയിട്ടുള്ളത്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചത്, മിക്കവാറും ഈ വക പ്രൊഫഷണൽ കോഴ്സസൊക്കെ കഴിഞ്ഞ് വരുന്ന ആളുകൾ ഈ മേഖലയിലേക്ക് പോകുന്നതിന് എന്തോ ഒരു കാരണം ഉണ്ടാവുമല്ലോ. എന്തെങ്കിലുമൊക്കെ അവരുടെ ഒരുപക്ഷെ അവരുടെ കോഴ്സ്, അവരുടെ അക്രഡിറ്റഡ് ആയിട്ടുള്ള അവർ നേടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ്, ഇതിൻ്റെ കൂടി വിപണന സാധ്യത കൂടി കണ്ടുകൊണ്ടായിരിക്കണം അത്തരം എഫേർട്സ് നടത്തുന്നത് എന്നൊരു തോന്നലൊക്കെ എനിക്കുണ്ട്. എന്തായാലും അതല്ല നമ്മളുടെ വിഷയം. മാർക്കറ്റിംഗ് പ്രിൻസിപ്പിൾസ് തന്നെയാണ് നമ്മളുടെ വിഷയം. അതുകൊണ്ട് ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് മാർക്കറ്റിംഗ് പ്രിൻസിപ്പിൾസിനെ ഈ 2 വീക്ഷണകോണിലൂടെയും, കാരണം ഞാൻ ഇതിൻ്റെ ചില ടെക്സ്റ്റ് ബുക്സ് ഒക്കെ പരിശോധിച്ചപ്പോൾ എക്സ്ക്ലൂസീവ്ലി സെക്യുലർ പെർസ്പെക്റ്റീവിലുള്ളതാണ് മാർക്കറ്റിംഗ് പ്രിൻസിപ്പിൾസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുസ്തകങ്ങളൊക്കെ. എൻ്റെ ധാരണ ശരിയാണെങ്കിൽ ബിസിനസ് മാനേജ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ പഠനത്തിനുള്ള ഒരു പേപ്പർ തന്നെയാണ് മാർക്കറ്റിംഗ് പ്രിൻസിപ്പിൾസ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഇതിൽ അതിൻ്റെ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ പരിശോധിച്ചപ്പോൾ എക്സ്ക്ലൂസീവായിട്ട് സെക്യുലർ പെർസ്പെക്റ്റീവിലുള്ള എങ്ങനെ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്ത് അത് സക്സസ്ഫുള്ളായി മാർക്കറ്റ് ചെയ്യണം, അതിൻ്റെ പ്രക്രിയകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്താലാണ് അത് സക്സസ്ഫുൾ ആവുക തുടങ്ങിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് ലേണിംഗ് ആയിട്ടാണ് എനിക്ക് ഇതിനെ കാണാൻ പറ്റിയിട്ടുള്ളത്. പക്ഷേ തീർത്തും അൺടച്ച്ഡ് ആയിട്ട്, അൺഎക്സ്പ്ലോർഡ് ആയിട്ട് വിട്ടിരിക്കുന്ന ഒരു വലിയൊരു മേഖല ആറ്റിക്കുറുക്കി ഒരു പാരഗ്രാഫിൽ ഒതുക്കിയതും ഞാൻ കാണുകയുണ്ടായി. മാർക്കറ്റിംഗ് എത്തിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടൈറ്റിലും ഞാൻ ഇതിൻ്റെ സിലബസിൻ്റെയോ അല്ലെങ്കിൽ കോണ്ടൻസ് പേജിൻ്റെ ഒരു എലമെൻ്റ് ആയിട്ടും കാണാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു മേഖലയൊന്നും അല്ലത്, എൻ്റെ വിഷയവും അല്ല. എൻ്റെ താല്പര്യം ഖുർആനാണ്. ഖുർആനിലുള്ള ഏത് സംഗതിയും എനിക്ക് പഠന വിധേയമാക്കാൻ ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ ഡിസിപ്ലിൻസ് ഒക്കെ ഒരുപാട് പേരിൽ ഇങ്ങനെ കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ടാണല്ലോ പഠിക്കുന്നത്. ഇപ്പോൾ അറിവിന് ഒരുപാട് കമ്പാർട്ട്മെൻറ്റുകളാണ്. അപ്പോൾ ആ കമ്പാർട്ട്മെന്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം ചേരുന്ന വിധത്തിലുള്ള ഒരു ഷെയറിങ്ങിനൊന്നും പലരും സന്നദ്ധമാകാറുമില്ല. നമ്മളെ തിബിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു പദ്ധതി തന്നെ ഈ കമ്പാർട്ട്മെന്റുകളെ വേർതിരിക്കുന്ന ചുവരുകൾക്ക് വിള്ളലുണ്ടാക്കുക, അവിടെ തുളയിടുക, എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് ഒഴുക്കുക, ഇവിടുന്ന് അങ്ങോട്ട് ഒഴുക്കുക എന്നൊക്കെ ഉള്ളതാണ്. അതിലുണ്ടാവുന്ന ഒരു ഇൻറ്റഗ്രേഷനാണ് അറിവിൻ്റെ നമുക്ക് ലഭിക്കേണ്ട സത്തയും നമുക്ക് ഉപകരിക്കുന്ന അതിൻ്റെ സ്പിരിറ്റും എന്ന ഒരു തിരിച്ചറിവാണ് നമുക്ക് ഉള്ളത്. ഞാൻ എൻ്റെ ഈ ആമുഖ ഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സവാദാണ് വിഷയം അവതരിപ്പിക്കുന്നത്. അതിനുശേഷം ഒരുപക്ഷെ സവാദിൻ്റെ ആശങ്ക ശരിയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഖുർആന്റെ നിരീക്ഷണങ്ങളോ അല്ലെങ്കിൽ ഖുർആൻ അനുബന്ധ രചനകളുടെ ചില വെളിപ്പെടുത്തലുകളോ പങ്കുവെക്കേണ്ടതുണ്ടെങ്കിൽ അത് ഞാനിതിന് അവസാനം ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഞാൻ ആദരപൂർവ്വം സ്നേഹപൂർവ്വം സവാദിന് വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ. യാ അയ്യുഹല്ലദീന ആമനൂ അത്തിയുല്ലാഹ വഅത്തിയുർ റസൂൽ വഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറദ്ദൂഹു ഇലല്ലാഹി വറസൂൽ ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ദാലിക ഖൈറുൻ വ അഹ്സനു തഅ്വീല. പ്രിയപ്പെട്ട സഹോദരന്മാർ, തിബിയാൻ റിസർച്ചേഴ്സ് ഫോറത്തിൻ്റെ ഈ 16ാമത്തെ സെഷനിൽ ഒരു പേപ്പർ അവതരിപ്പിക്കാൻ അവസരം തന്നതിൽ ഞാൻ എൻ്റെ വളരെ കുറഞ്ഞ കാലമാണെങ്കിലും അധ്യാപകൻ കൂടിയായിട്ടുള്ള വിലായത്തുള്ള സാറിന് അതിൻ്റെ നന്ദി അറിയിക്കുകയാണ്. എൻ്റെ വിഷയം യഥാർത്ഥത്തിൽ കമ്പ്യൂട്ടർ സയൻസാണ്. ഞാൻ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതും കമ്പ്യൂട്ടർ സയൻസാണ്. കുട്ടികളെ 15 വർഷമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസാണ്. അതിനിടയിൽ എപ്പോഴും ഒരു തോന്നലുണ്ടാവുകയും ഈ വിഷയത്തിലൊരു
മാസ്റ്റർ ഡിഗ്രി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ എത്രത്തോളം ഈ വിഷയം അവതരിപ്പിക്കുന്നതിൽ ഞാൻ വിജയിക്കുമെന്ന് എനിക്കറിയില്ല, സംശയമുണ്ട്. എന്നാലും ഇവിടെ ഒരു അറിവ് പങ്കുവെക്കലാണ്, അതിലുള്ളൊരു ശ്രമം നമുക്ക് നടത്താം. നമ്മുടെ വിഷയം മാർക്കറ്റിംഗ് പ്രിൻസിപ്പിൾസ് ഇൻ ബിസിനസ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് ആൻഡ് ഖുറാൻ, ഇതാണ് നമ്മുടെ വിഷയം. അപ്പോൾ ഇവിടെ നമുക്ക് ആധുനിക മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ, അതിലുപയോഗിക്കുന്ന ചില ടേംസ്, നമ്മൾ ഇപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതും ഖുറാനും ഹദീസും ഈ വിഷയമായിട്ട് എന്തു പറയുന്നു എന്നതുമായിട്ടുള്ളൊരു പഠനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും. തീർച്ചയായും അതിൻ്റെ ബാക്കി എന്തായാലും അതുമായിട്ട് ചേർക്കേണ്ടി വരും. അത് വിലായത്ത് സാറ് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മാർക്കറ്റിംഗ് എന്താണ് എന്ന് തുടങ്ങിയ ആ ടേംസ് വെച്ചിട്ട് നമുക്ക് അങ്ങനെ അതിൻ്റെ പ്രിൻസിപ്പിൾസൊക്കെ, ആധുനിക പ്രിൻസിപ്പിൾസ് പറഞ്ഞതിന് ശേഷം മതം ഈ വിഷയത്തിൽ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളത് നോക്കാം. മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരിക സാധനങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരിടം എന്നുള്ളിടത്തേക്കാണ്. എന്നാൽ ആധുനിക ബിസിനസ് സ്റ്റഡീസ് അത് ഇതിനെ നിർവചിക്കുന്നത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് അത് വാങ്ങാൻ സന്നദ്ധരായിട്ടുള്ള, അതിന് കയ്യിൽ ചെലവഴിക്കാൻ പണമുള്ള ഒരു വിഭാഗത്തെയാണ്, ഒരു സെഗ്മെൻറ്റിനെയാണ് യഥാർത്ഥത്തിൽ മാർക്കറ്റ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അത് മാത്രമാണ് അതിൻ്റെ അൾട്ടിമേറ്റ് എയിം. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബിസിനസ് സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരു എയിമേ ഉള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും അതിൻ്റെ ഏറ്റവും ഉള്ളിലേക്ക് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കാകെ കാണാൻ പറ്റുന്ന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ലാഭമാണ്. ഈ ലാഭം ഏത് തരത്തിലും കൊണ്ടുവരാം. സാർ ഇവിടെ സൂചിപ്പിച്ചു, എത്തിക്സ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. ബിസിനസ് എത്തിക്സ് ഉണ്ട്, മാർക്കറ്റിംഗ് എത്തിക്സ് ഉണ്ട്. എല്ലാ വിഷയവുമായി ബന്ധപ്പെട്ട് എത്തിക്സ് പറയുന്നുണ്ട്. ആ എത്തിക്സിന് ഒരു വിലയും നമ്മൾ കൽപ്പിക്കുന്നില്ല. ലാഭമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏത് സ്ട്രാറ്റജിയും ഏത് തന്ത്രവും സ്വീകരിക്കാമെന്നുള്ളതാണ് ആധുനിക മാർക്കറ്റിങ്ങിലുള്ളത്. ഞാനതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ചർച്ച ചെയ്ത് പോവാം. മാർക്കറ്റിംഗ് കൺസിസ്റ്റ് ഓഫ് ഓൾ ആക്ടിവിറ്റീസ് ഡിസൈൻഡ് ടു generate and facilitate any exchange intended to satisfy human needs or wants. നീഡ്സും വാണ്ട്സും ഇത് രണ്ടും രണ്ട് തലത്തിലുള്ള സംഗതിയാണ്. അബ്രഹാം മാസ്ലോ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ മനുഷ്യൻ്റെ നീഡ്സിനെ കുറിച്ച് പഠിച്ചിട്ട് ഒരു ഹയറാർക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. ഹയറാർക്കി ഓഫ് നീഡ്സ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറേ നീഡ്സ്, ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറഞ്ഞിട്ട്, പിന്നെ അത് കഴിഞ്ഞാൽ അത് നേടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ സെക്യൂരിറ്റി നീഡ്സ്, പിന്നെ അത് കഴിഞ്ഞാൽ സോഷ്യൽ നീഡ്സ്, പിന്നെ അതിൻ്റെ മുകളിൽ എസ്റ്റീം നീഡ്സ്, പിന്നെ വീണ്ടും സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞിട്ട്. ഈ നീഡ്സ്, ആളുകളുടെ നീഡ്സ് അല്ലെങ്കിൽ അതിൻ്റെ വാണ്ട്സ് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട്, ആ ടേം തന്നെയാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. എക്സ്പ്ലോയിറ്റ് ചെയ്യുക, ചൂഷണം ചെയ്യുക എന്നുള്ള ടേം തന്നെയാണ്. അത് ഏതെല്ലാം തരത്തിൽ ചൂഷണം ചെയ്ത് എത്രത്തോളം നമുക്ക് അതിൽ നിന്ന്, ജനങ്ങളിൽ നിന്ന്, ടാർഗറ്റിൽ നിന്ന് ഊറ്റിയെടുക്കാൻ കഴിയുമോ എന്ന് നോക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതറ്റം വരെ നമ്മൾ ഈ വിഷയം നോക്കുമ്പോൾ ഈ അങ്ങേ അറ്റം വരെ, ആധുനിക മാർക്കറ്റിങ്ങിൽ അങ്ങേ അറ്റം വരെ നമുക്ക് പോവാം. ഫിസിയോളജിക്കൽ കഴിഞ്ഞ്, സെക്യൂരിറ്റി കഴിഞ്ഞ്,
സോഷ്യൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി, എസ്റ്റീം നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി, സെൽഫ് ആക്ച്വലൈസേഷൻ ഉണ്ടെങ്കിൽ അതും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമുക്ക് നടത്താം. പക്ഷേ ഇസ്ലാമിക് ടേംസിലേക്ക് വരുമ്പം അതിനൊരു കട്ട് ഓഫ് പോയിന്റ് അവിടെ നിലനിൽക്കുന്നുണ്ട്. നമുക്കതിലേക്ക് വരാം. Marketing is total system of business activities designed to plan, price, promote and distribute one satisfying products, services and ideas to target market in order to achieve organizational objectives. ഞാൻ പറഞ്ഞു markets are people with money to spend and desire to spend it. പണമുള്ളത്, ആ പണം ചെലവഴിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾ ഉണ്ട് എങ്കിൽ നമുക്ക് പറയാം ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇറക്കുകയാണെങ്കിൽ അതിന് മാർക്കറ്റ് ഉണ്ട് എന്ന് പറയാം. ആവശ്യങ്ങൾ ഉണ്ടാവണം, ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മൾ തയ്യാറാക്കണം, കസ്റ്റമർ അതിനെത്രത്തോളം വാല്യൂ കാണുന്നത് നമ്മൾ കാണണം, അത് ആ കസ്റ്റമറുടെ ആ കയ്യിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം ഉണ്ടാവണം. ഇതൊക്കെയാണ് മാർക്കറ്റിങ്ങിൽ എൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത്. എന്തൊക്കെയാണ് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുക? ഇപ്പം നമ്മൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ്? ഗുഡ്സ്, അത് വളരെ ചെറിയ ബുക്ക്, പേന, സോപ്പ്, അങ്ങനെ അങ്ങോട്ട് വെഹിക്കിൾസ്, ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ്, അങ്ങനെ വില കൂടിയ സാധാരണ എളുപ്പത്തിൽ നമുക്ക് ഷോപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് മുതൽ ഒരുപാട് സമയം ചെലവഴിച്ച് പഠിച്ച് നമ്മൾ ഷോപ്പ് ചെയ്തെടുക്കുന്ന ആ ഗുഡ്സ് വരെ, അങ്ങനെ എത്രയും വരെയും പോവാം. സർവീസസ് എന്ന് പറഞ്ഞാൽ ഹോട്ടൽ സർവീസ്, ബസ് സർവീസ്, എയർലൈൻ സർവീസ്, ബ്യൂട്ടീഷ്യൻസ്, സ്കൂൾസ്, ഡോക്ടേഴ്സ്, ഇതൊക്കെ മാർക്കറ്റ് ചെയ്യാം. എക്സ്പീരിയൻസസ്, അതിനൊരു മാർക്കറ്റിംഗ് ഉണ്ട്. ഇപ്പോൾ വണ്ടർല അതല്ലെങ്കിൽ വീഗാലാൻഡ്, ഫിലിം സിറ്റി, ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക എക്സ്പീരിയൻസ് കിട്ടുകയാണ്. ഈ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞിട്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ മാർക്കറ്റിംഗ്. ഇവൻറ്റ്സ്, ഫുട്ബോൾ മാച്ചസ്, ഒളിമ്പിക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പേഴ്സൺസ്, ആളുകൾ ഇപ്പോൾ ഒരാൾ നന്നായിട്ട് പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ അയാൾ പ്രസംഗിക്കും, അയാളുടെ പ്രസംഗം മനോഹരമാണ്, അത് നമുക്ക് 2 മണിക്കൂറോ 3 മണിക്കൂറോ പ്രസംഗിച്ചാൽ കേട്ടിരിക്കാം. ആസ്വാദനം ഉണ്ടല്ലോ, പ്രസംഗത്തിനൊരു ആസ്വാദനം ഉണ്ടല്ലോ, അത് മാർക്കറ്റ് ചെയ്യാം. പ്ലേസസ്, ഓരോ സ്ഥലങ്ങൾ, ടൂറിസ്റ്റ് ഇമ്പോർട്ടൻസ് ഉള്ള ലൊക്കേഷൻസ്. പ്രോപ്പർട്ടീസ്, സ്ഥലങ്ങൾ, ബിൽഡിങ്, ഷെയർസ്. ദെൻ ഓർഗനൈസേഷൻസ്, അതിനെ ചെയ്യാം. ഇൻഫോർമേഷൻ, ന്യൂസ് പേപ്പർ, ഈ തൊഴിൽ വാർത്ത. അപ്പോൾ അതിൽ ഇൻഫോർമേഷനാണ് വിൽക്കപ്പെടുന്നത്, വിവരം വിൽക്കപ്പെടുകയാണ്. തൊഴിൽ വാർത്ത അല്ലെങ്കിൽ തൊഴിൽ വീതി, അതുപോലുള്ള സംഗതികൾ. ഐഡിയാസ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മാർക്കറ്റ് ചെയ്യാം. ഇതൊക്കെ വിൽപ്പന ചരക്കാണ്. നമ്മൾ അറിയാം ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറഞ്ഞാൽ സാധാരണ കാണുന്ന പ്രൊഡക്ട്സ്, അതുപോലെ ഈ ഹോട്ടലിൽ കിട്ടുന്ന സർവീസ്, ബസ് സർവീസ്, ഇതൊക്കെയാണ്. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്കാണത് കിടക്കുന്നത്. ദെൻ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് അനാലിസിസ്, planning, implementation and control of programs designed to create, build, maintain mutually beneficial exchanges and relationship with target market for the purpose of achieving organizational objective. ആരാണോ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആരാണോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്, അവർക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് ഉണ്ടാവും. അത് പല തരത്തിലാവാം. എന്തായാലും അൾട്ടിമേറ്റായിട്ട് ഒന്നുകിൽ ലാഭം ഉണ്ടാക്കുക, അല്ലെങ്കിൽ മറ്റൊരു വിഭാഗത്തിൻ്റെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കുക. അതാണ് മെയിനായിട്ട് നമ്മൾ കാണുക. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പഠനം നടത്തുക, പ്ലാൻ ചെയ്യുക, അത് ഇംപ്ലിമെൻ്റ് ചെയ്യുക, നല്ല പ്രൊഡക്ട്സ് ഉണ്ടാക്കിയെടുക്കുക. നല്ലതായിക്കൊള്ളുന്നില്ല, അത് എക്സ്ചേഞ്ച് ചെയ്യിപ്പിക്കുക. ഇതിൻ്റെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ക്രിയേഷൻ ഓഫ് ഡിമാൻഡ്. നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിന് ആവശ്യക്കാരുണ്ടാക്കണം. അതാണ് സംഗതി. ആവശ്യമുള്ളവരെ കണ്ടെത്തിയിട്ട് അത് കൊടുക്കുക എന്നുള്ളതല്ല, ആവശ്യക്കാരെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏത് വിധേനയും കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുക, സന്തോഷം നൽകുക. സന്തോഷമാണ് നമ്മളവിടെ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത്. കൊടുക്കുന്ന ആൾക്കും സന്തോഷം, വാങ്ങുന്ന ആൾക്കും സന്തോഷം. അത് എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ
കൊടുക്കുന്ന ആൾക്ക് ലാഭം, മറ്റേയാൾക്ക് അയാൾ ഉദ്ദേശിക്കുന്ന ഒരു ഹാപ്പിനെസ്. ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് പ്രൊഡക്ട്സ്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. ജനറേറ്റ്സ് പ്രോഫിറ്റ് ആൻഡ് എൻഷുവേഴ്സ് ഗ്രോത്ത്. പ്രോഫിറ്റ് ഉണ്ടാക്കുക, എൻഷുവേഴ്സ് ഗ്രോത്ത്. ആ ഓർഗനൈസേഷൻ, ആ ഫേം അതിൻ്റെ ഗ്രോത്ത് ഉണ്ടാക്കുക. ഗുഡ് വിൽ, ആ കമ്പനിയുടെ ഗുഡ് വില്ല്, ആ ഫേമിൻ്റെ ഗുഡ് വില്ല്. പിന്നെ വരുന്നത് ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അതതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റായിട്ട് വന്നാലായി എന്നേ ഉള്ളൂ. ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉണ്ടാവണമെന്ന് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് നടത്തുന്ന അല്ലെങ്കിൽ മാർക്കറ്റിംഗ് നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എൻഡ് കസ്റ്റമേഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടിക്കൊള്ളണമെന്നില്ല. അവരിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. ദെൻ നമ്മൾ പറയും നാഷണൽ ഡെവലപ്മെൻറ്റ്, രാജ്യ പുരോഗതി, രാജ്യവും ലോകമൊക്കെ നന്നാവുക എന്നൊക്കെയാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സിൽ പറയാം. ദെൻ ഇനി അത് വന്നൊരു കോലം നോക്കുക നമ്മൾ. മാർക്കറ്റിംഗ് കൺസെപ്റ്റ്സ് മാറി മാറി വരുന്നത്, ഓരോ കാലത്തിൽ മാറി മാറി വരുന്നത്. ആദ്യഘട്ടത്തിൽ പ്രൊഡക്ഷൻ കൺസെപ്റ്റാണ്, പ്രൊഡ്യൂസ് ഗുഡ്സ് ടു മീറ്റ് ഡിമാൻഡ്. ആദ്യ കാലഘട്ടത്തിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷനൊക്കെ വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുന്നിലുള്ള സമയത്ത് ആവശ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് സാധനം പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നു അന്നത്തെ ഫിലോസഫി. അതാണ്. അപ്പോൾ അവിടെ ടു മീറ്റ് ഡിമാൻഡാണ്. ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധനം ഉണ്ടാക്കുക. അന്ന് സാധനം കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ കൊണ്ട് കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ അന്നത്തെ ഒരു നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് ആവശ്യക്കാർക്ക് സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു. എന്നിട്ടത് കൈകളിലെത്തിക്കുക. രണ്ടാമത് കമ്പനീസൊക്കെ വന്നു, പ്രൊഡക്ഷൻ ഈസിയായി, കൂടുതൽ സാധനങ്ങൾ എളുപ്പത്തിൽ, എക്കണോമീസ് ഓഫ് ലാർജ് സ്കെയിൽ പോസിബിൾ ആയപ്പോൾ, കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയപ്പോൾ, കുറഞ്ഞ ചിലവിൽ തന്നെ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയപ്പോൾ, യന്ത്രവൽകൃത സംവിധാനമൊക്കെ ആയപ്പോൾ നമ്മളുടെ കൺസെപ്റ്റ് ഡിമാൻഡ് മീറ്റ് ചെയ്യുന്നതിൽ നിന്ന് മാറിയിട്ട് ഡിമാൻഡ് മീറ്റ് ചെയ്യുന്നതോടൊപ്പം ക്വാളിറ്റി പ്രൊഡക്ട്സ് ടു സാറ്റിസ്ഫൈ കസ്റ്റമർ ടു കോമ്പീറ്റ്. അവിടെ മുതൽ മത്സരം തുടങ്ങുകയാണ്. ABCD ആദ്യ കാലഘട്ടത്തിൽ കമ്പനീസൊന്നുമില്ല, കമ്പനീസ് അങ്ങനെ ഉണ്ടാക്കി വരുന്നു. അപ്പോൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതിൽ കോൺസെൻട്രേറ്റ് ചെയ്തു, ആളുകളിലേക്ക് പ്രൊഡക്റ്റ് എത്തിക്കുക എന്നുള്ളതിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. പിന്നീട് എന്തായി, ഈ എക്യുപ്മെൻറ്റ്സ്, മെഷീനറീസൊക്കെ വ്യാപിച്ചു. അപ്പോൾ ഒരേ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകൾ വന്നു. അപ്പോൾ അവിടെ എന്തായി, ശ്രദ്ധ ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റിലേക്ക് മാറി. എന്തിനു വേണ്ടിയിട്ടാണ്? ടു സാറ്റിസ്ഫൈ ദ കസ്റ്റമർ ആൻഡ് ദെൻ ടു കോമ്പീറ്റ്. ആരാണോ ബിസിനസ് ചെയ്യുന്നത് അവർക്ക് മത്സരിക്കാൻ, ആ ഫീൽഡിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കൂട്ടുക എന്നതിലേക്ക് മാറി. ദെൻ മൂന്നാമത്തെ ഘട്ടത്തിൽ സെല്ലിംഗ് കൺസെപ്റ്റിലേക്ക് വന്നു. മെത്തേഡ് ടു അട്രാക്ട് കസ്റ്റമേഴ്സ്, പെർസ്വേഡ് കസ്റ്റമേഴ്സ്. കസ്റ്റമറെ പ്രലോഭിപ്പിക്കുക, കസ്റ്റമറെ ഒരു സാധനം പറഞ്ഞ് വാങ്ങിപ്പിക്കുക, അതിലേക്ക് മാറി. അതായത് കോമ്പറ്റീഷൻ, എല്ലാവരും നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി, ഇഷ്ടംപോലെ പ്ലെൻറ്റി ഓഫ് പ്രൊഡക്ട്സ് വരാൻ തുടങ്ങി. അപ്പോൾ പിന്നെന്ത് ചെയ്യണം? പിന്നെ ആളുകളെ നമ്മൾ പറയുന്ന ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് വാങ്ങിപ്പിച്ചിട്ട് ഒന്ന് അതിൽ നിന്ന് കൂടുതൽ, ചിലപ്പോൾ 2 വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് 1 rupee ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള സംവിധാനങ്ങളിലൂടെയൊക്കെ കൂടുതൽ വാങ്ങിപ്പിക്കാനുള്ള സംവിധാനത്തിലേക്ക് മാറും. അതിൽ നിന്ന് മാറിയാണ് പിന്നീടാണ് ഇതൊരു പ്രത്യേക ബ്രാഞ്ചായിട്ട് വരുന്നത്, മാർക്കറ്റിംഗ് കൺസെപ്റ്റ് എന്നതിലേക്ക് അത് മാറുന്നത്. അത് കസ്റ്റമർ ഓറിയൻറ്റഡ് ആണ്. കസ്റ്റമർ ഓറിയൻറ്റഡ്, അവിടെ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ റാദർ ദാൻ സെല്ലിംഗ് പ്രൊഡക്റ്റ്. അവിടെ നമ്മൾ വിൽപ്പന ചെയ്യുന്നത് പ്രൊഡക്റ്റ് അല്ല, സാറ്റിസ്ഫാക്ഷനാണ്, സംതൃപ്തിയാണ് കൊടുക്കുന്നത്. അതാണ് മാർക്കറ്റിംഗ്, ആധുനിക മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. ദെൻ ഇങ്ങനെ ഈ മാർക്കറ്റിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കുക. ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്, എന്തെല്ലാം കാര്യങ്ങളാണ് മാർക്കറ്റിംഗ് ചെയ്യുന്നത്? ബേസിക് ഫങ്ഷൻസ്: മാർക്കറ്റിംഗ് റിസർച്ച്, പ്രൊഡക്റ്റ് പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. മാർക്കറ്റിംഗ് റിസർച്ച്, അവിടെ നമ്മൾ ആളുകളുടെ നമ്മളുടെ ജിയോഗ്രഫിക്കൽ ഏരിയ എടുത്തിട്ട് ആളുകളുടെ സാമ്പത്തിക നിലവാരം പഠിച്ച് ആളുകൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സംഗതി എന്താണെന്ന് നോക്കി സർവേ നടത്തി
ഏതൊക്കെ തരത്തിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ പ്രൊഡക്റ്റ് ആളുകളെ കൊണ്ട് വാങ്ങിപ്പിക്കാം എന്നത് നോക്കി, എത്രത്തോളം അതിന് വിലയിടണം എന്നൊക്കെ നോക്കിയിട്ട് ഏത് പ്രൊഡക്റ്റ് നമ്മൾ ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സാധനം വിറ്റുപോകും, എങ്ങനെ ലാഭം ഉണ്ടാക്കാൻ പറ്റും, അതാണ് മാർക്കറ്റിംഗ് റിസർച്ച് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം തന്നെ തീരുമാനിക്കുകയാണ്. മറ്റത് സൊസൈറ്റിയുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് കണ്ടെത്തിയിട്ട് കൊടുക്കുകയാണ്. ഇവിടെ അതല്ല, നേരെ തിരിയാണ്. ലാഭമുണ്ടാക്കാൻ വേണ്ടിയിട്ട് വാണ്ട് ജനറേറ്റ് ചെയ്യാണ്. എന്താണ് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, അതിൻ്റെ അപ്പുറത്തേക്ക് എങ്ങനെ ഒരല്പം കൂടി കൂട്ടിയിട്ട് നമുക്ക് മനുഷ്യരെ, ഈ കസ്റ്റമേഴ്സിനെ ചൂഷണം ചെയ്യാം എന്നുള്ളതിലാണ് നോക്കുന്നത്. അതിൽ അങ്ങനെ മാർക്കറ്റിംഗ് റിസർച്ച് നടത്തിയതിന് ശേഷം പ്രൊഡക്റ്റ് പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്തുണ്ടാക്കണം അത് ഡെവലപ്പ് ചെയ്യുന്നു. അതിൽ നമ്മൾ ഏറ്റവും നല്ല സാധനങ്ങൾ പ്രൊക്യൂർ ചെയ്യുന്നു. നല്ല സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ, പ്രൊഡക്ഷൻ കോസ്റ്റ് ഏറ്റവും കുറഞ്ഞ രീതിയിൽ അത്യാവശ്യം നല്ലതെന്ന് തോന്നിപ്പിക്കുന്ന സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ പ്രൊക്യൂർ ചെയ്യുന്നു. അത് പ്രൊഡക്റ്റാക്കി മാറ്റുന്നു, അതിനെ സെല്ല് ചെയ്യുന്നു, സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നു, ഗ്രേഡ് ചെയ്യുന്നു, ബ്രാൻഡ് ചെയ്യുന്നു, ട്രേഡ് മാർക്ക് കൊടുക്കുന്നു, പാക്കേജ് ചെയ്യുന്നു, സ്റ്റോറേജ്, ട്രാൻസ്പോർട്ടേഷൻ, സെയിൽസ്മാൻഷിപ്പ്, അഡ്വർടൈസിങ്, പ്രൈസിങ്, ഇൻഷുറൻസ്, കസ്റ്റമർ സപ്പോർട്ട് ആൻഡ് സർവീസ്. ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ട സംഗതികൾ എന്ന് പറഞ്ഞാൽ പാക്കേജിങ് എന്ന് പറയുന്നൊരു സംഗതി, ദെൻ അഡ്വർടൈസിങ്, പ്രൈസിങ്, ഈ 3 വിഷയങ്ങൾ ശരിക്കും നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. ഈ പാക്കേജിങ്ങിൽ നമ്മൾ ഓരോ പ്രൊഡക്റ്റ് എടുത്ത് നോക്കുക. പാക്കേജിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒന്ന് സേഫായിട്ട് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാക്കേജിങ് ഉണ്ട്, അതൊക്കെ അംഗീകരിക്കാം. ഈ പ്രൊഡ്യൂസ് ചെയ്ത പെരിഷബിൾ ഗുഡ്സൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഫ്രജൈലൊക്കെ ആണെങ്കിൽ, ഇതൊക്കെ നമുക്ക് വളരെ ഭംഗിയായി പാക്ക് ചെയ്തിട്ട് സേഫായിട്ട് പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്ന് എൻഡ് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പാക്കേജിങ് ഓക്കെ. പക്ഷെ അതിൻ്റെ പുറത്ത് വരുന്ന വേറൊരു പാക്കേജിങ് ഉണ്ട്, ആളുകളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാക്കേജ്. നമ്മൾ പോയി ഒരു ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ബേക്കറിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോപ്പ് ആവട്ടെ, അവിടെ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഐ ക്യാച്ച് ചെയ്യുന്ന ചില പ്രൊഡക്ട്സ് ഉണ്ടാവും. അതിനുള്ളിൽ എന്താണ്, അത് എത്രത്തോളം ടേസ്റ്റി ആണെന്നോ എത്രത്തോളം ഗുണപ്രദമാണ് എന്നോ ഒന്നും നമ്മൾ ചിലപ്പോൾ നോക്കിക്കൊള്ളുന്നില്ല. പക്ഷേ കുറച്ച് ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ, നമ്മൾ മുതിർന്നവരാണെങ്കിൽ തന്നെ ഈ സാധനം കാണുമ്പോൾ അതെന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ടൊന്ന് പിക്ക് ചെയ്യും. അത്തരത്തിലാണ് പാക്കേജിങ് വരിക. ഇതെങ്ങനെയാണ് പാക്കേജ്, ഈ തന്ത്രം എങ്ങനെയാണ് മെനയുന്നത്, മനുഷ്യരുടെ സൈക്കോളജി കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം ഏത് കളറാണ്, ഏത് പാറ്റേൺ ആണ്, ഏത് തരത്തിലുള്ള ഫോൺസാണ് ആളുകളെ അട്രാക്റ്റ് ചെയ്യുക എന്ന് കൃത്യമായി പഠിച്ചിട്ട് അത്തരത്തിൽ വർണ്ണവും അക്ഷരങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഇത് പാക്കേജ് ചെയ്യുന്നത്, മനോഹരമായി പാക്കേജ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ശരിക്ക് ഹദീസിനും ഖുർആനും എഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണത് ഈ പാക്കേജിങ് എന്ന് പറയുന്നത്. നമുക്ക് അങ്ങോട്ട് വരാം. ദെൻ അഡ്വർടൈസിങ്, പരസ്യം. നമ്മൾ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ, പത്രം നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ളതെന്ന് നമുക്കറിയില്ല. അവരതിൻ്റെ പോസിറ്റീവ്സ് മാത്രം പറയുന്നു. അത് പോസിറ്റീവാണോ എന്ന് നമുക്ക് സംശയമാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് ആളുകളിങ്ങോട്ട് അതിങ്ങനെ പ്രേരിപ്പിച്ച് ആ പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കുന്ന ഒരു രീതിയാണ് അഡ്വർടൈസിങ്ങിലുള്ളത്. ദെൻ പ്രൈസിങ്ങിൽ ഇവിടെ ആകെ നോക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്, മാർക്കറ്റിൽ എന്ന് പറഞ്ഞാൽ ഈ സാധനം കൊണ്ടുപോയി വെക്കുമ്പോൾ ഇത് ആളുകൾ പിന്നെ വാങ്ങാൻ പറ്റുന്ന ഒരു റേറ്റാണോ ഇതിന് കൊടുത്തതെന്നാണ്. എങ്ങനെ വാങ്ങാൻ പറ്റുന്നത്, മാർക്കറ്റിൽ വേറെ പ്രൊഡക്ട്സ് ഉണ്ടാവും. ഈ പറയുന്ന നമ്മൾ ഇറക്കുന്ന സാധനം ABCD ഈ 5 തരം ബ്രാൻഡ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മളതിലേക്ക് 6ാമതൊരു ബ്രാൻഡ് ഇറക്കുമ്പോൾ ഈ കൂട്ടത്തിൽ ഇതിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു റേറ്റ് നമ്മൾ ഇടുന്നു എന്ന് മാത്രം. അതല്ല എങ്കിൽ, അങ്ങനെ ഒരു സംഗതി അവൈലബിൾ അല്ല എങ്കിൽ നമുക്ക് തോന്നുന്ന റേറ്റ് ആയിരിക്കും നമ്മളിടുക മാർക്കറ്റിങ്ങിൽ. നമുക്കൊരു 10 രൂപയാണ് ഇതിന് കോസ്റ്റ് വന്നതെന്ന് വിചാരിച്ചോളൂ, പ്രൊഡക്ഷൻ കോസ്റ്റ് വന്നത്. ഇതിനെ കോമ്പീറ്റ് ചെയ്യാൻ വേറെ ആരും ഇല്ല, നമുക്ക് തന്നെയാണ് പരമാധികാരം. നമ്മൾ മാത്രമേ ഈ പ്രോഡക്റ്റ് ഇറക്കുന്നുള്ളെങ്കിൽ ഒരിക്കലും അതിൻ്റെ റേറ്റ് മാർക്കറ്റിലുള്ള 10 രൂപയ്ക്ക് ഉണ്ടാക്കുന്ന സാധനം 12 - 15 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് 15 അല്ലെങ്കിൽ 14 - 50 ആവില്ല, അതിൻ്റെ എത്രയോ അപ്പുറത്തായിരിക്കും. അപ്പോൾ ഒരിക്കലും അത് കസ്റ്റമറെ നോക്കിയിട്ട് കസ്റ്റമറെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രൈസ് അല്ല, അത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൈസ് മാത്രമാണ്. ദെൻ
മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട് ഇതിൽ. പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. അതിൻ്റെ പീൻ്റെ എണ്ണമൊക്കെ വീണ്ടും വേണമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. പ്രധാനപ്പെട്ട പീസ് 4 പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. ഗുഡ്സ്, പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ മാനുഫാക്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഗുഡ്സ്, സർവീസ്, സാറ്റിസ്ഫാക്ഷൻ, ഫിസിക്കൽ, ഫിസിയോളജിക്കൽ, പ്രസ്റ്റീജ്. ചില പ്രൊഡക്ട്സ് നമ്മൾ അഭിമാനത്തിന് വേണ്ടിയിട്ടാണ്, ചിലത് നമുക്ക് മെൻ്റൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏത് തരത്തിലുള്ള പ്രൊഡക്റ്റാണ് ആ പ്രൊഡക്റ്റ്. ദെൻ പ്രൈസ്, എക്സ്ചേഞ്ച് വാല്യൂ ഓഫ് പ്രൊഡക്റ്റ് ഇൻ ടേംസ് ഓഫ് മണി, ഇമ്പോർട്ടൻസ്, അഫോർഡബിലിറ്റി, സാറ്റിസ്ഫാക്ഷൻ. പ്ലേസ്, എവിടെയാണ് ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആവുന്നത്. പ്രൊമോഷൻ, കമ്മ്യൂണിക്കേറ്റിംഗ് പ്രൊഡക്റ്റ് മെസ്സേജ് ടു പീപ്പിൾ, ടാർഗറ്റ് ഗ്രൂപ്പ്. ഈ 4 മാർക്കറ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഒന്ന്, പ്രൊഡക്റ്റ്. ഒരു സാധനം ഇറക്കുന്ന സമയത്ത് ആ പ്രൊഡക്റ്റിന് എത്രത്തോളം വാല്യൂ ഉണ്ട്, അത് ഏത് തരത്തിലാണ് കസ്റ്റമർ നോക്കിക്കാണുന്നത്. അതൊരു അഭിമാന പ്രശ്നമായിട്ട് കാണുന്നതാണോ, അതൊരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടുള്ളതാണോ, അതല്ലെങ്കിൽ അയാളുടെ പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണോ, അത്തരത്തിൽ ആ പ്രൊഡക്റ്റ് തീരുമാനിക്കും സംഗതി. ദെൻ പ്രൈസ്, അതിന് വിലയിടുന്നത്. ദെൻ പ്ലേസ്, എവിടെയാണ് ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആവേണ്ടത്. പ്രൊമോഷൻ, ഇപ്പം നേരത്തെ പറഞ്ഞ അഡ്വർടൈസ്മെൻറ്റ് പോലുള്ള സംഗതികൾ. ഇത്രയും ടേംസ് വന്നിപ്പോൾ നമുക്ക് ഏതാണ്ടൊരു ചിത്രം കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ആധുനിക മാർക്കറ്റിങ്ങിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതികൾ. അപ്പോൾ അവിടെ ഒറ്റ സംഗതി മാത്രമേ ഉള്ളൂ, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക. അത് മാത്രമാണ്. എന്തുകൊണ്ടാണ് ആളുകൾ വിവിധ മേഖലകൾ പഠിച്ചിട്ട് ഇതിലേക്ക് പോകുന്നത്? കാരണം ഇതിനൊക്കെ അടക്കി കൊണ്ട് നടക്കുന്നത് ബിസിനസ് പീപ്പിളാണ്. അതുതന്നെയാണ് കാരണം. ഡോക്ടറായാലും എൻജിനീയർ ആയാലും വേറെ ഏത് മേഖലയിൽ നമ്മൾ ബ്രെയിൻ വർക്കിന് നല്ല സാധ്യതകളുള്ള മേഖലയാണെങ്കിലും ഇവർക്കൊക്കെ പേയ്മെൻറ്റ് നടത്തുന്നത് ബിസിനസ് പീപ്പിളാണ്. മിംസ് ഹോസ്പിറ്റലിൽ നമ്മൾ എടുക്കുക, ആരാ നടത്തുന്നത്? ബിസിനസ് നടത്തുന്ന ആളുകളല്ലേ. ഏറ്റവും നല്ല ഡോക്ടേഴ്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവും. ഈ ഡോക്ടേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഡോക്ടേഴ്സിന് ഒരു ഇതിൽ കണ്ടത് അവരുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ മാത്രം പോരാ, ഇതേപോലെ എന്തെങ്കിലും കോഴ്സും കൂടെ ചെയ്യണം പേഷ്യൻസിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആകുമ്പോഴേ, അതായത് ഒന്നിരുത്തി കുറച്ചൊരു 5 മിനിറ്റൊക്കെ ഒന്ന് സംസാരിച്ച് അവരെ ഉള്ളിലിരിപ്പൊക്കെ ഒന്ന് അറിഞ്ഞ്, നേരിട്ട് വന്ന എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടർ ഇയാളുടെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞിട്ട് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്താൽ ഈ പേഷ്യൻ്റ് സാറ്റിസ്ഫൈഡ് അല്ലപ്പോൾ. പേഷ്യൻറ്റിന് വേണ്ടത് ഒന്ന് സംസാരിച്ച് സമാധാനമായിട്ടൊക്കെ ഒന്ന്, മരുന്ന് എത്ര വിലയുള്ളതാവട്ടെ, നല്ലതോ ചീത്തയോ എന്നുള്ള വേറെ പ്രശ്നം, ഈ ഒരു തരത്തിലുള്ള കൈകാര്യം ചെയ്യലാണ് വേണ്ടത്. ഇനി നമ്മൾ നമ്മുടെ മറ്റ് ഇസ്ലാമിക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇസ്ലാമിക് പെർസ്പെക്റ്റീവിൽ, ഖുറാൻ്റെ പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് ഇത് വരുന്നത് നോക്കാം. എന്തുകൊണ്ടിത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിന് നമ്മൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അധികം പഠനങ്ങളൊന്നും നടന്നിട്ടില്ല. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഖുറാനിലേക്കും നബിയിലേക്കും തിരിയുക, നമ്മുടെ കൈകാര്യകർത്താക്കളിലേക്കും തിരിയുക. എന്നിട്ട് വല്ല വിഷയത്തിലും വല്ല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ തിരിയേണ്ടത് ഖുറാനിലേക്കും ഹദീസിലെ പ്രവാചകനിലേക്കും തന്നെയാണ്. അപ്പോൾ നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ, നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ നമുക്കിത് പറയാനുള്ളൊരു ലെവലിലേക്ക് നമ്മൾ ഉയർന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. ഇത് മതം പഠിപ്പിക്കുന്ന ആളുകൾ പോലും ഫ്ലെക്സ് ബോർഡുകളിൽ കയറിയിട്ട് അത് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടുകൊണ്ടിരിക്കുന്ന കാലമാണിത്. അപ്പോൾ ഈ വിഷയത്തിൽ നമുക്ക് എത്രത്തോളം ഇടപെടാൻ പറ്റും എന്നുള്ളതും കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. മുസ്ലിം മാർക്കറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ 2014 ഒരു സർവേ അനുസരിച്ച് ഏതാണ്ട് 2 ബില്യൺ ആണ് മുസ്ലിം പോപ്പുലേഷൻ എന്നാണ്. 2 ബില്യണോട് അടുക്കുകയാണ്. ദെൻ ഹലാൽ മാർക്കറ്റ് about 2.1
ട്രില്യൺ US ഡോളർ. അതാണ് ഹലാൽ മാർക്കറ്റ്. അത് ഏതാണ്ട് 500 ബില്യൺ വെച്ചിട്ട് ഓരോ വർഷവും കൂടി വരുന്നുണ്ടെന്നാണ്. മുസ്ലിം പോപ്പുലേഷൻ കൂടിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിലൊരു വലിയ മാർക്കറ്റുണ്ട്. ഇസ്ലാമിക് മാർക്കറ്റിങ്ങിന് ഒരു വലിയ മാർക്കറ്റ് നിലനിൽക്കുന്നുണ്ട്. ഒരു പുതിയ ഒരു മേഖല, ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ ഇസ്ലാമിക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വിസ്ഡം ഓഫ് സാറ്റിസ്ഫൈയിങ് ദ നീഡ്സ് ഓഫ് കസ്റ്റമേഴ്സ് ത്രൂ ദ ഗുഡ് കണ്ടക്ട് ഓഫ് ഡെലിവറിങ് ഹലാൽ, ഹോൾസം, പ്യുവർ ആൻഡ് ലോഫുൾ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് വിത്ത് മ്യൂച്വൽ കൺസെൻറ്റ് ഓഫ് ബോത്ത് സെല്ലർ ആൻഡ് ബയർ ഫോർ ദ പർപ്പസ് ഓഫ് അച്ചീവിങ് മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ വെൽബീയിങ് in the world here and hereafter, and making consumers aware of it through the good conduct of marketers and ethical advertising. The wisdom of satisfying needs of customers now. Wants ഇല്ല ഇവിടെ. വാണ്ട് എന്ന് പറയുമ്പോൾ അതൊരു എക്സ്ട്രാവഗൻസിയാണ് ശരിക്ക്. നിങ്ങൾ തിന്നോളൂ, കുടിച്ചോളൂ, നിങ്ങൾ അമിതമാവരുതെന്ന്. അപ്പം അതിനൊരു ലെവലുണ്ട്. ആ ലെവൽ വിട്ടിട്ടുള്ള പ്രൊഡക്ട്സ് നമ്മൾ ഇറക്കാൻ പറ്റുമോ എന്നുള്ളത് ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് വാഹനമാവാം, അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന, വില കുറഞ്ഞ, ഒരു 4-5 ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം മാനുഫാക്ചർ ചെയ്യാം, അത് കസ്റ്റമറിലേക്ക് എത്തിക്കാം. പക്ഷേ ഇസ്ലാമിക് വ്യൂവിൽ, ഖുറാൻ്റെ വ്യൂവിൽ ഒരു ലിറ്ററിന് 2-3 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു വെഹിക്കിള് മാനുഫാക്ചർ ചെയ്ത് വിൽക്കാൻ പറ്റുമോ ഇല്ലേ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. വാഹനം ആവശ്യമാണ്, യാത്രക്ക് വാഹനം ആവശ്യമാണ്. ഒരു ലിറ്റർ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ ശരാശരി 20 മുതൽ 25 വരെ കിലോമീറ്റർ കിട്ടുന്ന അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള വാഹനം നമുക്ക് അവൈലബിൾ ആണ്. ആ സമയത്ത് കമ്പനി നോക്കുന്നത് ഒരു സെഗ്മെൻറ്റ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു 1000 കാറുകൾക്ക് സ്കോപ്പുണ്ട്. ഈ 1000 കാർ എന്ന് പറയുന്നത് എല്ലാ ഫെസിലിറ്റീസുള്ള കാറാണ്. ഇതിൻ്റെ പുള്ളിങ് ഇത്ര CC ആണ്, ഇത്ര പവറിൽ ഇത് വലിക്കും, അതിൻ്റെ പെട്രോൾ കൺസ്യൂം ചെയ്യുന്നത് ഇത്രയാണ്, എല്ലാ ഫെസിലിറ്റീസും കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ പറയുന്ന ഇതിനൊരു 100 ക്വാളിറ്റീസ് വാഹനത്തിനുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് അതിൻ്റെ 40% പോലും 40% പോലും ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സാധനം ഈ വാഹനത്തോട് ക്രൈസുള്ള ആളുകൾ, അല്ലെങ്കിൽ അഭിമാനമായിട്ട് ഇത് കാണുന്ന ആളുകൾക്ക് ഇത്തരം പ്രൊഡക്ട്സ് നമ്മുടെ ഖുറാൻ്റെ വ്യൂവിൽ മാനുഫാക്ചർ ചെയ്ത് മാർക്കറ്റ് ചെയ്ത് ഇതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ പറ്റുമോ ചോദിക്കേണ്ട സംഗതിയാണ്, ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അപ്പം നീഡ്സ് ആണോ വാണ്ട്സ് ആണോ സാറ്റിസ്ഫൈ എന്ന് നോക്കുക. ദെൻ രണ്ടാമത്തത് ഹലാല് മാത്രമേ മാനുഫാക്ചർ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ പറയുമ്പോൾ എത്തിക്സിൽ ആളുകൾക്ക് വേണ്ടത്, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത് ഏറ്റവും സത്യസന്ധമായി ചെയ്യണം എന്നൊക്കെയാണ് നമ്മൾ പറയുക. പക്ഷെ ഇപ്പോൾ നമ്മളുടെ ഇപ്പോൾ ഇതിൽ ട്രോൾസിലൊക്കെ നമ്മൾ കാണുന്നതാണ്, നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നത് പുറത്തേക്ക് പോകുന്നത് പരിശോധിക്കാൻ ഇഷ്ടം പോലെ സ്ഥലങ്ങൾ അവൈലബിൾ ആണ്. എന്നാൽ ഉള്ളിലേക്ക് പോകുന്നത് മാലിന്യമുക്തമാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഇന്ത്യ രാജ്യത്തിൽ വളരെ കുറവാണ്. എന്താണ് നമ്മൾ കഴിക്കുന്നതെന്ന് നമുക്കറിയില്ല. നമ്മൾ ഇതിൽ മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത്, പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് എത്തിക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഒരു ലാബലിംഗ് എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. എന്താണ് ഇതിൻ്റെ കണ്ടന്റ്, ഇത് എത്രത്തോളം ഉണ്ട്, എന്ത് സാധനമാണ്, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ഉപയോഗിച്ചതെന്ന് കാണുന്നത്. അതിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അത് സത്യസന്ധമായിക്കൊള്ളുന്നില്ല. താൽക്കാലികമായിട്ടൊരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട്, ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റിന് വേണ്ടി ചെയ്യുന്ന സംഗതിയായിരിക്കും.
നമുക്ക് വളരെ വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്ന സംഗതികൾ ഇതിലുണ്ടാവും. ഇത് അഡ്വർടൈസ് ചെയ്യും, ഏറ്റവും മനോഹരമായ കവറിൽ ഇത് കൊടുക്കും. അപ്പോൾ അവിടെയൊക്കെ എന്ത് വരുന്നുണ്ട്? ഹറാമിൻ്റെ കണ്ടൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ കണ്ടൻറ്റ് ഇപ്പോൾ ചിലതിൽ പന്നിയുടെ ഹറാമാക്കി വെച്ച സംഗതിയല്ലേ, പലതിലും ഇതുണ്ട്. ഈ ചില പ്രൊഡക്റ്റൊക്കെ അഡ്വർടൈസ് ചെയ്യുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, മുടി കൊഴിച്ചിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് എന്തെല്ലാം കാര്യങ്ങൾ വരുന്നു. ആളുകൾ അങ്ങോട്ട് വിശ്വസിപ്പിക്കുകയാണ്. ആളുകളുടെ ഒരു ഈ ആങ്സൈറ്റി, അവരുടെ ഉള്ളിലുള്ള ഒരു ചെറിയൊരു വികാരത്തെ ചൂഷണം ചെയ്ത് പൈസയാക്കുന്ന ഏർപ്പാടാണ്. അത് ഉണ്ടാവാൻ പാടില്ല. ദെൻ മ്യൂച്വൽ കൺസെൻറ്റ്, അത് മറ്റോടത്തും ഉണ്ട്. കച്ചവടം ഹലാലാവണമെന്നുണ്ടെങ്കിൽ, നടക്കണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഇഷ്ടപ്പെട്ട് അതിന് ഇത്ര പണം പറയുന്നു, അയാൾ ആ പണം കൊടുക്കുന്നതോടുകൂടി മാത്രമേ കച്ചവടമാവുള്ളൂ. ഇവിടെയും മ്യൂച്വൽ കൺസെൻറ്റ് ഉണ്ട്. ദെൻ വെൽബീയിങ് ഓഫ് ദി സൊസൈറ്റി എന്നുണ്ട്. അങ്ങനെ ഒരു സംഗതി ഉണ്ട് ഇസ്ലാമിക് മാർക്കറ്റിങ്ങിൽ. അതവിടെ ഉണ്ടായിക്കൊള്ളുന്നില്ല. അത് നമ്പർ ഇട്ട് ഇങ്ങനെ എഴുതുകയാണെങ്കിൽ അവസാന ഘട്ടത്തിൽ മാത്രം വരുന്ന സംഗതിയാണ് വെൽബീയിങ് ഓഫ് സൊസൈറ്റി. ഇവിടെ നടക്കുന്ന സംഗതി എന്താണ്? പ്രോഫിറ്റ് പരമാവധി ഉണ്ടാക്കിയെടുക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിലൊരു കുത്തക സ്ഥാപിക്കുക, ഞാൻ തന്നെ ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞിട്ട് പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ ഇറക്കുക, ലാഭം കൂട്ടിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ ഒരു സംഗതി ഇസ്ലാമിക് മാർക്കറ്റിങ്ങിൽ അല്ലെങ്കിൽ ഖുറാൻ്റെ വ്യൂവിൽ കാണാൻ കഴിയില്ല. ദെൻ എത്തിക്കൽ അഡ്വർടൈസിങ് വളരെ പ്രധാനമാണ്. ഇനി നമ്മൾ ഹദീസുകളിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഖുറാനിൽ ഇങ്ങനെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ചാപ്റ്റർ 83 1, 2, 3 വൈലുലിൽ മുത്തഫിഫീൻ അല്ല ഇങ്ങനെ ഇദക്താലു അലന്നാസി സ്തൗഫ് എന്ന് പറഞ്ഞിട്ട് പോകുന്നത്, അവിടെ അളന്നു കൊടുക്കുന്നത് കൃത്രിമം കാണിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. ദെൻ നമുക്ക് കച്ചവടം ഹലാലാക്കുകയും പലിശ ഹറാമാക്കുകയും ചെയ്തിട്ടുണ്ട്. ദെൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നത് സംതൃപ്തമായിട്ടുള്ള വ്യാപാരം, രണ്ടു കൂട്ടരും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ അത് കച്ചവടമാവുള്ളൂ. കൃത്രിമത്വം പാടില്ല. ഷുഐബ് നബിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് ഇങ്ങനെ ഒരുപാട് തവണ ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നത്. കൃത്രിമത്വം, മെഷർമെൻറ്റിലെ ആക്യുറസിയെക്കുറിച്ച് പറയുന്നത്. ദെൻ കച്ചവട വസ്തുവിൻ്റെ യാഥാർത്ഥ്യം തുറന്നു പറയണം എന്നുള്ളതാണ്. എന്താണ് വിൽക്കുന്നത് എന്നുള്ളത് നമ്മളതിൻ്റെ ഒരുപാട് സംഗതികൾ കേട്ടിട്ടുണ്ടാവും. മറച്ചു വെക്കാൻ പാടില്ല. നമ്മളിപ്പോൾ തന്നെ ഫിഷ് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു സംഗതി എന്താ വെച്ചാൽ, അത് അവസാന പോയിൻ്റാണ് മാർക്കറ്റിങ്ങിലെ സെല്ലിങ് ഇതിൽ കിടക്കുന്നതാണ്. അവിടെ നമ്മൾ ഫിഷ് നോക്കിക്കഴിഞ്ഞാൽ ഫിഷ് ഏറ്റവും ഒരു കെമിക്കൽ ഇട്ടിട്ട് നല്ല വടിവത്ത ഫിഷാക്കിയിട്ട് 1-2 ആഴ്ച പഴക്കമുള്ളതാണ്. നല്ല വടിവത്ത മിന്നി തിളങ്ങുന്ന ഫിഷായിട്ട് നമുക്ക് മുകളിൽ വലിയ ഫിഷുകളെ കാണാം. നമ്മൾ ചോദിക്കുമ്പോൾ അടിയിൽ നിന്നായിരിക്കും അത് വാരിത്തരിക. മുകളിലത് ശരിക്കും മനഃപൂർവ്വം പറ്റിക്കാൻ വേണ്ടി കയറ്റി വെക്കുന്നത് തന്നെയാണ്, ഈ സാധനം വലുതാണ് എന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട്. പ്രവാചകൻ ഇങ്ങനെ നടന്നു പോകുന്ന അവസരത്തിൽ കുറേ ഭക്ഷണ പദാർത്ഥങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. പ്രവാചകൻ അതിൻ്റെ ഉള്ളിൽ കൈയിട്ട് നോക്കിയ സമയത്ത് നനവ് കണ്ടു എന്ന് പറയുന്നൊരു സംഗതി ഉണ്ട്. എന്നിട്ട് ആ ഹദീസിൻ്റെ അവസാനം മൻ ഹഷ ഫലൈസ മിന്ന എന്ന് പറഞ്ഞിട്ട് അവസാനിക്കുന്നത്. വഞ്ചന കാണിക്കുകയാണെങ്കിൽ, ചതി കാണിക്കുകയാണെങ്കിൽ, കച്ചവടത്തിൽ വഞ്ചന ചതി കാണിക്കുകയാണെങ്കിൽ നമ്മളിൽ പെട്ടവനല്ല. കച്ചവടം മാത്രമല്ല, എന്തായാലും വഞ്ചന കാണിക്കുകയാണെങ്കിൽ നമ്മളിൽ പെട്ടവനല്ല, മുസ്ലിം അല്ല എന്ന് പറഞ്ഞിട്ടാണ് അത് അവസാനിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ ഈ വിഷയം ചർച്ചയ്ക്കിട്ടിട്ട് അവസാനിപ്പിക്കുകയാണ്. കുറച്ച് ടേംസ് മാത്രം പറഞ്ഞിട്ട്, ഇസ്ലാമിക് മാർക്കറ്റിംഗ് മിക്സിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ പ്രൊഡക്റ്റ് ഇസ്ലാമിക നിയമം പാലിച്ചുകൊണ്ടായിരിക്കണം, ഹലാലാവണം, കൃത്യമായിട്ടുള്ള ലേബലിംഗ് വരണം, വളരെ നല്ല രീതിയിലുള്ള പാക്കേജിങ് വേണം, വാല്യൂ, ഡ്യൂറബിലിറ്റി, എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ്, നോ ലൈസൻസ് ഫെയർ, ഡെലിവറബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയിന്റ്സ് വരികയാണ്. പ്രൈസ്, പടച്ചോനെ പേടിച്ചിട്ടുള്ള വിലയിടലാവണമെന്ന്. നമുക്ക് 10 രൂപയാണ് ഒരു പ്രൊഡക്റ്റിന് വരുന്നതെങ്കിൽ
വളരെ നോമിനലായിട്ടുള്ള നമ്മളെ കച്ചവടം നിലനിന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള ലാഭം എടുക്കുന്ന രീതിയിലായിരിക്കണം അതിന് വിലയിടേണ്ടത്. സോഷ്യൽ വെൽഫെയർ കണ്ടുകൊണ്ടായിരിക്കണം. പ്രോഫിറ്റ് മാക്സിമൈസേഷന് പ്രയോറിറ്റി ഇല്ല. പ്രോഫിറ്റ് വന്നാൽ വന്നു. നമുക്കറിയാം, പണം അക്യുമുലേറ്റ് ചെയ്തിട്ട് ഒരാളുടെ കയ്യിൽ നിൽക്കേണ്ടതല്ല എന്നുള്ളൊരു വേറെ സംഗതിയുണ്ട്. ഒരു പരിധിക്ക് വിട്ട് പരിധിൻ്റെ അപ്പുറത്തേക്ക് പണം അക്യുമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സക്കാത്ത് കൊടുത്ത് ഒഴിവാക്കിക്കോണം. അത് പണമായിട്ട് തന്നെ നിലനിൽക്കുകയാണെങ്കിൽ അത് ഇങ്ങനെ ഇല്ലാതായി പോകും, കുറഞ്ഞു പോകും. വേറെ ഏതെങ്കിലും ഫീൽഡിലേക്ക് അത് ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കണം. ദെൻ ചീറ്റിങ് പാടില്ല. വിലയിടുന്ന സമയത്ത് പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള വില പാടില്ല. അൺജസ്റ്റിഫൈഡ് പ്രൈസ് പാടില്ല. നോ മാനിപ്പുലേഷൻ, നോ പ്രിഡേറ്ററി പ്രൈസിങ്. യഥാർത്ഥത്തിൽ ഇപ്പം നടക്കുന്നത് പ്രിഡേറ്ററി പ്രൈസിങ് ആണ്. കച്ചവടക്കാർ ഇരയാക്കി പിടിക്കുകയാണ്. നോ ഹോർഡിങ്, പൂഴ്ത്തിവെപ്പ് പാടില്ല. നോ സ്വിച്ച് ആൻഡ് ബെയ്റ്റ് പ്രൈസിങ്. ഇപ്പോൾ ഈ പ്രൊഡക്റ്റ് ഇറക്കുന്ന സമയത്ത് ഈ ബെയ്റ്റ് പ്രൈസിങ് ഉണ്ട്. ശരിക്കും ആളെ ആ പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രൈസ് ഇട്ടിട്ടാണ് സാധനം മാർക്കറ്റിലേക്ക് എത്തിക്കുക. അപ്പോൾ ആളുകളെ കൊണ്ട് അഡ്വർടൈസ് ചെയ്യുന്നു, സാധനം മാർക്കറ്റിൽ എത്തിക്കുന്നു. അവസാനത്തെ സെല്ലിംഗ് പോയിന്റിൽ ഈ സെയിൽസ്മാൻ എന്തെങ്കിലുമൊക്കെ ഇൻസെൻറ്റീവ് കൊടുത്തിട്ട് ഈ സാധനത്തെ പറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. കുറഞ്ഞ വിലയുള്ളൂ, ഈ സാധനം നോക്കുമ്പോൾ ഇതാണ് ബെറ്റർ എന്ന് പറയുന്നു, വാങ്ങിപ്പിക്കുന്നു. അങ്ങനെ വാങ്ങിപ്പിച്ചിട്ട് ആളതിൻ്റെ ആളാക്കി മാറ്റുന്നു. എന്നിട്ട് ആയതിനു ശേഷം പിന്നെ പതുക്കെ വില കൂട്ടിക്കൊണ്ടിരുന്ന ഏർപ്പാട്. അങ്ങനെ ഒരു സംഗതി പാടില്ല. ദെൻ പ്ലേസ്, മൂന്നാമത്തെ പ്രൊഡക്റ്റ് പ്രൈസ് പ്ലേസ്. അതിൽ നോ ഹാം ടു പീപ്പിൾ ഓൺ റോഡ്സ്. ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ കച്ചവടം ചെയ്യാൻ പാടില്ല. അൺനെസസറി ഡിലേ പാടില്ല. എന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കാൻ വേണ്ടിയിട്ട് വൈകിപ്പിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള മറ്റു പ്രൊഡക്റ്റ് വൈകിപ്പിക്കുകയോ ആ രീതിയിലുള്ള ഏർപ്പാട് പാടില്ല. ബലപ്രയോഗം പാടില്ല. ദെൻ അവോയ്ഡ് സസ്പീഷ്യസ് പ്ലേസസ്. അങ്ങനത്തെ പിന്നെ എന്താ പറയുക, അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ വെച്ചിട്ടൊന്നും കച്ചവടം ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ദെൻ പ്രൊമോഷൻ, കച്ചവടം കൂട്ടാൻ വേണ്ടിയിട്ട് സ്ത്രീകളെ ഉപയോഗിക്കാൻ പാടില്ല. വശീകരണ തന്ത്രങ്ങൾ പാടില്ല. ദെൻ ഫാക്റ്റ് മറച്ചു വെക്കാൻ പാടില്ല. അധികം വിഷയങ്ങൾ പറഞ്ഞ് പെരുപ്പിച്ച് കാണിക്കാൻ പാടില്ല. സെക്ഷൽ അപ്പീൽ പാടില്ല. പടച്ചവൻ്റെ പേരിൽ സത്യം ചെയ്തിട്ട് പ്രൊഡക്റ്റ് വിൽക്കാൻ പാടില്ല. നോ മിസ്ലീഡിങ് അഡ്വർടൈസ്മെൻറ്റ്, ചതി പാടില്ല. ഇതൊക്കെയാണ് പ്രൊമോഷനിൽ പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ വിശദീകരണങ്ങൾ ആവശ്യമാണ്. ഞാൻ എൻ്റെ ഈ അവതരണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മതം എന്ന് പറയുന്നത് അതിലും ഇഹ്സാനുമാണ്, നീതിയും നന്മയാണ്. സൊസൈറ്റിയുടെ മൊത്തത്തിലുള്ള വളർച്ച, ഉയർച്ച, നന്മ നിലനിൽക്കുക, ഈ കാര്യങ്ങളാണ് ഈ ഇസ്ലാമിക് ടേംസിൽ നമ്മൾ മാർക്കറ്റിങ്ങിനെ നോക്കിയാൽ കാണാം. അവിടെ ഒരിക്കലും കസ്റ്റമറെ ചൂഷണം ചെയ്യുന്നൊരു പരിപാടിയില്ല. കസ്റ്റമറുടെ സാധാരണ രീതിയിലുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള തരത്തിൽ ആണ് നമ്മൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. എന്താണ് ആവശ്യം എന്നുള്ളത് കണ്ടെത്താം, അത് ജനങ്ങളിലേക്ക് എത്തിക്കാം, അതിൽ നിന്ന് കിട്ടുന്ന ലാഭം വാങ്ങാം. പക്ഷേ അത് ലാഭം എന്ന് പറയുന്ന മോട്ടീവ് വെച്ചിട്ട് ആ ലാഭത്തിന് വേണ്ടി മാത്രമാവരുത് മാർക്കറ്റിംഗ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നട്ട്ഷെല്ലായിട്ട് നമുക്ക് പറയാൻ പറ്റുക. അസ്സലാമു അലൈക്കും. മാഷാ അല്ലാഹ്, സവാദ് ഞാൻ പ്രതീക്ഷേനേക്കാളൊക്കെ വളരെ ഭംഗിയായിട്ട് വിഷയം വളരെ സമഗ്രമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. മാർക്കറ്റിംഗ് പ്രിൻസിപ്പിൾസുമായി അതിൻ്റെ ഒരു ഡിസിപ്ലിൻ എന്ന നിലക്ക് ഉള്ള അതിൻ്റെ സാധ്യതകൾ മാത്രമല്ല, ഒരു എന്താണ് ഈ ഇഷ്യൂസിൽ ഖുർആൻ്റെ നിലപാട് എന്നതുകൂടി വെളിപ്പെടുത്തുന്ന വിധത്തിൽ വളരെ സമഗ്രമായി മിക്കവാറും പ്രസക്തമായ എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ട് തന്നെ സംസാരിച്ചു. ഞാൻ അതിൽ സവാദിനോട് ഒരുപാട് ഇൻഡെപ്റ്റഡാണ്. ഈ ചില കാര്യങ്ങൾ ഒരു പക്ഷേ നമ്മുടെ സദസ്സിന് ഉപകരിക്കുമെന്ന് തോന്നിയ ചില കാര്യങ്ങൾ ഞാൻ കുറിച്ചിട്ടത് ഇതിനോടനുബന്ധമായി പറയണമെന്ന് ഉദ്ദേശിക്കുകയാണ്. അത് നമുക്കൊരു മുഷ്പാവില്ല എന്ന് വിചാരിക്കും. അപ്പോൾ
ഖുർആനിൽ മാർക്കറ്റിംഗ് പ്രിൻസിപ്പിൾസുമായി ബന്ധപ്പെടുത്താവുന്ന വിധത്തിലുള്ള ഒരുപാട് പരാമർശങ്ങൾ കാണാൻ കഴിയും. അത് നമ്മൾ ഒരു ഡിസിപ്ലിനറി അപ്രോച്ച് എടുക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവും, ഇതൊക്കെ ഈ ഡിസിപ്ലിനായിട്ട് ബന്ധിപ്പിക്കാവുന്നതാണ് എന്ന നിലക്ക് നമുക്ക് കാണാൻ കഴിയും. ആ ഒരു അപ്രോച്ച് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഖുതുബകളിൽ കേൾക്കുന്ന, വെള്ളിയാഴ്ച പ്രസംഗങ്ങളിൽ കേൾക്കുന്ന, അതുപോലെ വഅദ് പരിപാടികളിലൊക്കെ കേൾക്കുന്ന വിധത്തിലുള്ള ഒരുപാട് വാല്യൂസ് ആയിട്ടായിരിക്കും നമ്മൾ കാണും. നമ്മളിപ്പോൾ ഉള്ള പഠന രീതികളൊക്കെ തന്നെ ഒരു ഡിസിപ്ലിൻ്റെ ഒരു ഫ്രെയിമിൽ നിന്നുകൊണ്ടുള്ളതായതുകൊണ്ട് ഖുർആനിൽ അത്തരം പരാമർശങ്ങളെ ഞാൻ ആ ആംഗിളിൽ ഒന്ന് വായിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അത് സവാദി വിഷയം കൈകാര്യം ചെയ്യുന്ന അറിഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ ആരും എന്ത് വിഷയം അവതരിപ്പിക്കുകയാണെങ്കിലും ഞാനും ആ വിഷയം പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. അത് എൻ്റെ ഒരു സ്വകാര്യമായ ഒരു താല്പര്യവും ആഗ്രഹവുമാണ്. അത് ഒരു പക്ഷേ പ്രൊഫഷണലായിട്ട് ആ ഫീൽഡ് പഠിച്ച ഒരാളുടെ അടുത്ത് നിന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഗുണം ചെയ്യും എന്നതുകൊണ്ട് കൂടിയാണ് ഞാൻ അങ്ങനെ ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാൾക്ക് ആ വിഷയം കൈകാര്യം ചെയ്യാൻ വേണ്ടി താല്പര്യത്തോടുകൂടി അവരോട് ആവശ്യപ്പെടാറുള്ളത്. അപ്പോൾ വേറൊരു വിഷയം നമ്മളിവിടെ കൈകാര്യം ചെയ്തിരുന്നപ്പോൾ നമ്മൾ മെറ്റഫർ ആൻഡ് മോട്ടീഫ് എന്ന നിലക്ക് ഒരു പരിഗണനയ്ക്ക് എടുത്തിരുന്നു. ബ്ലൈൻഡ്നെസ്സിനെ കുറിച്ചായിരുന്നത്. ബ്ലൈൻഡ്നെസ് ആസ് മെറ്റഫർ ആൻഡ് മോട്ടീഫ് ഇൻ ദ ഖുർആൻ എന്ന ഒരു ടൈറ്റിൽ നമ്മളിവിടെ ചർച്ചയ്ക്ക് ഉദ്ദേശിച്ചിരുന്നതാണ്. പക്ഷേ അതിൻ്റെ ഒരു ഭാഗമേ നമുക്ക് നടത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അന്ന് ഞാൻ ഏകദേശം ഒന്ന് വർക്ക് ചെയ്തിരുന്നത് ഈ ഒരു ടോപ്പിക്കിലാണ്. ഡിസബിലിറ്റി മാനേജ്മെൻറ്റിനെ കുറിച്ച് സംസാരിക്കുന്ന ഘട്ടത്തിലാണ് നമ്മളത് പരിഗണിച്ചിരുന്നത്. അതിവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ടൈറ്റിലിന് സമാനമായൊരു സാധ്യത മാർക്കറ്റിംഗ് എന്ന ടേമുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആനിൽ കാണാൻ കഴിഞ്ഞു എനിക്ക്. ഖുർആനിൽ 2 ആംഗിളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന്, മാർക്കറ്റിംഗ്, വിപണനം എന്നതിനെ, അതിൻ്റെ അറബി വാക്ക് തിജാറത്താണ്. താജിർ എന്ന് പറഞ്ഞ കച്ചവടക്കാരൻ, തിജാറ മിസ്രികൾ പറയണത് തിഗാറ എന്ന് പറയും. തിഗാറ ട്രേഡിങ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ്, ഇതാണ് സംഭവം. അപ്പോൾ തിജാറത്തിൻ്റെ 2 സാധ്യതകൾ ഖുർആനിൽ അങ്ങനെ. ഒന്ന്, മെറ്റഫറായിട്ട് ഉപയോഗിക്കുന്നു, ഒരു രൂപകം എന്ന നിലക്ക് തിജാറത്തിനെ ഉപയോഗിക്കുന്നു. മറ്റൊന്ന്, ഒരു മോട്ടീഫ്, ഒരു തീം എന്ന നിലക്ക്, ഒരു വിഷയം എന്ന നിലക്ക് കൈകാര്യം ചെയ്യുന്നു എന്നതാണ്. അപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ 2 തലം. ഒന്ന് ഒരു രൂപകം എന്ന നിലക്ക്, മെറ്റഫർ എന്ന നിലക്ക്, മറ്റത് മോട്ടീഫ് എന്ന നിലക്ക്. രണ്ടും ഖുർആൻ കൈകാര്യം ചെയ്യുന്നത് കാണാൻ കഴിയും. ഇത് ഈ ഒരു ഡിസ്റ്റിങ്ഷൻ കണ്ടപ്പോഴേ എനിക്ക് വലിയൊരു കൗതുകം ഉണ്ടായത്, ഈ കാലഘട്ടത്തിൽ ഓൾമോസ്റ്റ് എല്ലാ സംഗതികളെയും ട്രേഡായിട്ടോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഒക്കെ ആയിട്ട് കാണുന്ന ഒരു കൾച്ചർ വന്ന ഒരു ഘട്ടത്തിൽ ആണല്ലോ ഞാൻ ഈ ഖുർആൻ ഈ ആവശ്യത്തിന് വേണ്ടി ഒന്ന് വായിക്കുന്നത്. അപ്പോഴാണ് എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയിട്ടുള്ള സംഗതി, ജീവിതത്തെ ആ വിധത്തിലൊരു തിജാറത്തായി നോക്കി കാണുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഖുർആനിലുണ്ട്. ഞാൻ അത് പരാമർശിച്ചുകൊണ്ട് തുടങ്ങാം എന്നാണ് വിചാരിക്കുന്നത്. 2-3 ആയത്തുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ കൊണ്ടുവരാം. ഒന്ന്, സൂറത്ത് ഫാത്തിറിൽ അള്ളാഹു പറയുന്നത്, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമുസ്സലാത്ത വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിറൻ വഅലാനിയതൻ യർജൂന തിജാറതൻ ലൻ തബൂർ എന്ന്. സൂറത്ത് ഫാത്തിറിലെ 29-ാമത്തെ ആയത്താണത്. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യുന്ന ആളുകൾ, വഅഖാമുസ്സലാത്ത, നമസ്കാരം നിർവഹിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നവർ, വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും, നാം അവർക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്ന ആളുകൾ, സിറം വഅലാനിയതൻ, രഹസ്യമായിട്ടും പരസ്യമായിട്ടുമൊക്കെ ചെലവഴിക്കുന്നവർ, യർജൂന തിജാറതൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടമായി പോവുകയില്ലാത്ത ഒരു കച്ചവടമാണ് അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന്. അപ്പോൾ ജീവിതത്തിന് ഏറ്റവും പ്രോഫിറ്റബിൾ ആക്കി മാറ്റാൻ, ഏറ്റവും ലാഭകരമായ ഒരു ഇടപാടാക്കി ജീവിതത്തെ എങ്ങനെ മാറ്റാം എന്ന് ആലോചിക്കുന്ന ആളുകളാണ് ഇവർ എന്ന് ഖുർആൻ പറയുന്നു. അത് ആരുടെ കാര്യത്തിലാണ്? അള്ളാഹുവിൻ്റെ ഗ്രന്ഥം വായിക്കുകയും നമസ്കാരം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലക്ക് നടപ്പിലാക്കുകയും അള്ളാഹു ഏൽപ്പിച്ച വിഭവങ്ങളെ വളരെ ഭംഗിയായ രീതിയിൽ ചെലവഴിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർ നഷ്ടക്കച്ചവടക്കാരല്ല, മറിച്ച് ഏറ്റവും ലാഭകരമായിട്ട് എങ്ങനെ കച്ചവടം ചെയ്യാം എന്നത് മോഹിക്കുന്നവരാണ് എന്ന് ഖുർആൻ പറയുന്നു. അപ്പോൾ ലാഭകരമായ
ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കച്ചവടം ഏത് എന്ന് ഖുർആൻ നമുക്ക് പിൻ പോയിന്റ് ചെയ്ത് തരികയാണ്. ലാഭം തന്നെയാണ് എല്ലാവർക്കും വേണ്ടത്. ആരാണ് ശരിക്ക് ലാഭം ഉണ്ടാക്കുന്നത് എന്നതിവിടെ ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. നമ്മൾ ഇമ്മീഡിയറ്റ് ഗെയിൻ മാത്രം ആഗ്രഹിച്ചിട്ട് ഒരു മറഞ്ഞു പോകുന്ന, തീർന്നു പോകുന്ന ഒരു ലാഭത്തിന് വേണ്ടിയാണോ വ്യഗ്രത കൊള്ളുന്നത്? അതല്ല, അൺഎൻഡിങ് ആയി ഇൻഎക്സ്റ്റിങ്ക്വിഷബിൾ ആയ, അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ തീർന്ന് എക്സോസ്റ്റ് ചെയ്ത് പോലാത്ത വിധത്തിലുള്ള ഒരു ലാഭം ആഗ്രഹിച്ചുകൊണ്ടുള്ള കച്ചവടത്തിനാണോ നമ്മൾ ജീവിതം എന്ന ഈ തിജാറത്ത് കൊണ്ട് താല്പര്യം കാണിക്കുന്നത് എന്നൊരു ചോദ്യം ഇവിടെ നമ്മളെ മൂർത്തമായിട്ട് നമ്മളെ മനസ്സിലേക്ക് ഖുർആൻ ഇട്ട് തരുന്ന ഒരു ഇവിടെ മെറ്റഫോറിക്കലായിട്ട് തിജാറത്തിന്, കച്ചവടത്തെ ഉപയോഗിക്കുന്ന, ആ ടേമിനെ ഉപയോഗിക്കുന്ന കാണാൻ കഴിയും. ഇതേ ഒരു സംഗതി സൂറത്തു സഫില് 10-11 ആയത്തുകളിൽ കാണാം. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഹൽ അതുല്ലുക്കും അലാ തിജാറത്തിൻ, ഞാൻ നിങ്ങൾക്കൊരു കച്ചവടം സൂചിപ്പിച്ചു തരട്ടെ, കാണിച്ചു തരട്ടെ. തുഞ്ചീക്കും മിൻ അദാബിൻ അലീം, അങ്ങേയറ്റത്തെ വേദന ഉണ്ടാക്കുന്ന ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു തിജാറത്താണ്, ഒരു കച്ചവടമാണത് എന്ന് പറഞ്ഞുകൊണ്ട്, എന്താണ് ആ കച്ചവടം? തുഅ്മിനൂന ബില്ലാഹി വറസൂലി, അള്ളാഹുവിൽ വിശ്വസിക്കുക, അവന്റെ ദൂതനിൽ വിശ്വസിക്കുക, വതുജാഹിദൂന ഫീ സബീലില്ലാ, അവന്റെ മാർഗത്തിൽ സമരം ചെയ്യുക, ബി അംവാലിക്കും വ അൻഫുസിക്കും, നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും അതുപോലെ നിങ്ങളുടെ ദേഹം കൊണ്ടും അവന്റെ മാർഗത്തിൽ സമരം ചെയ്യുക. ദാലിക്കും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾക്ക് ഇൽമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ശാസ്ത്രബോധമുണ്ടെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഗുണകരം എന്ന് പറഞ്ഞ തിജാറത്തിന്റെ സയൻസ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ, കച്ചവടത്തിന്റെ ശാസ്ത്രം നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായത് ഏത് കച്ചവടമാണ് എന്നാണ് ഇവിടെ അള്ളാഹു പറഞ്ഞു തരുന്നത്. അപ്പോൾ കച്ചവട ജീവിതത്തിന്റെ ആദ്യന്തം ഉള്ള ഒരു പെർസ്പെക്റ്റീവിലാണ് ഖുർആൻ കച്ചവടം ചെയ്യണം എന്നത് നമ്മളെ പഠിപ്പിക്കുന്നത്. ജീവിതത്തിനൊരു തുടക്കമുണ്ട്, അതിനൊരു ഒടുക്കമുണ്ട്, ആ ഒടുക്കത്തിന് ശേഷമുള്ള ചില പരിണിതികളുമുണ്ട് എന്ന ബേസിക്കായ പ്രിസെപ്റ്റ്സ് ഒക്കെ പഠിപ്പിച്ചതിന് ശേഷം എങ്ങനെ ജീവിതത്തെ വർത്ത് വൈൽ ആയിട്ടുള്ള കച്ചവടമാക്കാം എന്നതാണ് ഖുർആൻ പറഞ്ഞു തരുന്നത് എന്നത് വളരെ വിസ്മയകരമായിട്ടുള്ള ഒരു സംഗതിയായിട്ടാണ് എനിക്കൊക്കെ. കച്ചവടം തന്നെയാണ് ജീവിതം എന്നുള്ളതിലൊരു സംശയവും വേണ്ട. അത് നിങ്ങളൊക്കെ എല്ലാവരും മനുഷ്യർ ഉൾക്കൊള്ളുന്ന, എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു സംഗതി. ഒരു കോഴി മാംസം വിൽക്കുന്ന ഒരു കോഴിക്കട തുടങ്ങുന്ന ഒരാള് കച്ചവടം തുടങ്ങുന്നത് നഷ്ടമാകാൻ വേണ്ടിയൊന്നുമല്ലല്ലോ, ലാഭത്തിന് വേണ്ടി തന്നെ എല്ലാവരും തുടങ്ങുള്ളൂ. ലാഭം തന്നെയാണ് ജീവിതത്തിന്റെ എല്ലാ കൺസേൺസിലും എല്ലാവരും ആഗ്രഹിക്കുന്നത്. എത്ര ശുദ്ധഗതിയുള്ള ആളാണെങ്കിൽ പോലും അയാൾ ലാഭമാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഈ ലാഭത്തിൽ ഏതാണ് ഏറ്റവും വലിയ ലാഭം എന്നത് ഐഡന്റിഫൈ ചെയ്യുന്നവനാണ് ബുദ്ധിയുള്ളവൻ. അവനാണ് അള്ളാഹുവിൻ്റെ കിതാബും അള്ളാഹുവിൻ്റെ ദൂതൻ്റെ ചര്യയും ഒക്കെ മനസ്സിലാക്കിയിട്ട് അത് പിൻപറ്റുന്നവൻ എന്ന് ഖുർആൻ ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നു എന്നതാണ്. അത് മറ്റൊരിടത്ത് സൂറത്തുൽ ബഖറയിൽ 16-ാമത്തെ ആയത്തിൽ നമുക്ക് വേറെ ഇതേപോലെയുള്ള ഒരു പ്രയോഗം കാണാൻ കഴിയും. ഉലൈകല്ലദീന ഇശ്തറഉൽ ളലാലത ബിൽ ഹുദ, വഴികേടിനെ, മാർഗഭ്രംശത്തിനെ വിലക്ക് വാങ്ങിയ ആളുകളാണ്. എന്താണ് അവർ പകരം കൊടുക്കുന്നത്? ബിൽ ഹുദ, സന്മാർഗം എന്ന സംഗതിയെ അങ്ങ് കൊടുത്തിട്ട് ലലാലത്ത് എന്നതിനെ അങ്ങ് വാങ്ങുന്ന ആളുകൾ, അതാണ് ഈ കൂട്ടർ എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്. ഫമാ റബിഹത് തിജാറത്തുഹും, അവരുടെ കച്ചവടം ലാഭകരമായിട്ടില്ല കേട്ടോ, നഷ്ടാണ്. ആ കച്ചവടം വമ്പൻ നഷ്ടാണ് അവർക്ക് നൽകിയിട്ടുള്ളത് എന്ന് പിൻ പോയിന്റ് ചെയ്തു. വമാക്കാനു മുഹ്തദീൻ, അവര് നേരായ വഴിയിലേക്ക് വരാനും പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ മെറ്റഫോറിക്കലായിട്ട് തിജാറത്ത്, കച്ചവടം എന്ന കോൺസെപ്റ്റിനെ ഖുർആൻ ഉപയോഗിച്ച ചില ആയത്തുകളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ഒരു സംഗതി, ഈ തിജാറത്ത് എന്നതിന്, മാർക്കറ്റിംഗ് എന്നതിനെ അതിൻ്റെ മോട്ടീവ് എന്ന നിലക്ക് ഖുർആൻ ഉപയോഗിച്ച ചില സന്ദർഭങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ആയത്തുകൾ ഖുർആനിലുണ്ട് എന്നല്ല, ആ ആംഗിളിൽ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവുന്നത് മനുഷ്യർക്കിടയിലുള്ള വ്യവഹാരങ്ങളുടെ, ഈ കച്ചവട ഇടപാടുകളുടെ, സാമ്പത്തികമായ ഇടപാടുകളുടെ, ഈ കൊള്ളക്കൊടുക്കുകളുടെ ഒരു ഫ്രെയിംവർക്ക് നമുക്ക് ഏറ്റവും സുശക്തമായ അടിത്തറകളിൽ ഉണ്ടാക്കി തരികയാണ് വിശുദ്ധ ഖുർആൻ ചെയ്യണത് എന്നത് നമുക്ക് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഖുർആന്റെ ഒരു പ്രോമിനന്റ് ഏരിയ ഇതാണ് എന്നാണ്
നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് എന്ന് കാണാൻ കഴിയും. അതിൽ ഒരു ലളിതമായ ഒരു സംഗതി മാത്രമാണ് എന്ന് തോന്നുകയില്ല. ഖുർആനിലെ ഏറ്റവും ദീർഘമായ ആയത്ത് എല്ലാവർക്കും പരിചയമുണ്ട്. ആയത്തുദ്ദൈൻ എന്നാണ് അത് അറിയപ്പെടുന്നത്. കടം ഇടപാടുകളെ പരാമർശിക്കുന്ന ആയത്ത്. സൂറത്തുൽ ബഖറയിലെ 282 ആയത്താണത്. ഇതാണ് ഏറ്റവും ദീർഘമായ ആയത്ത്. ഈ ആയത്തൊന്ന് വായിച്ച് ഉൾക്കൊണ്ടാൽ നമുക്ക് മോഡേൺ മാർക്കറ്റിംഗ് പ്രിൻസിപ്പിൾസുമായിട്ട്, പണമില്ലാത്തൊരു മാർക്കറ്റിംഗ് ഇല്ലല്ലോ. അപ്പം മാർക്കറ്റിങ്ങിൻ്റെ ആവശ്യത്തിന് പണം പൂൾ ചെയ്യണം, എന്നിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ ആണ് അത് മാനുഫാക്ചറിങ്ങിനോ പ്രൊഡക്ഷനോ പറ്റുന്നതാവുക. അത് മാർക്കറ്റ് ചെയ്യുമ്പോൾ അത് വാങ്ങുന്ന ആളുകൾ ഏജൻസീസ് ഉണ്ടാവും. ഈ ഏജൻസീസ് അവർക്കുള്ള സബ് ഏജൻസീസ് ഉണ്ടാവും. അവരിൽ നിന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ എൻഡ് കസ്റ്റമറിലേക്ക് എത്തുന്നതിനിടക്ക് ഒരുപാട് പണം ഇടപാടുകൾ നടക്കുന്ന കാണാൻ കഴിയും. ഇത് നമ്മളുടെ ഈ ആധുനിക കാലഘട്ടത്തിൽ മുഴുവനും ഈ ആയത്തുദ്ദൈനിന്റെ പരിധിയിൽ വരുന്ന തരത്തിലുള്ള ഡീലാണ്, ഇടപാടുകൾ. ഈ ഇടപാടുകളില്ലാത്ത ഒരു കച്ചവടം എന്നുള്ള സാധ്യതയില്ലാത്ത വിധത്തിൽ കാര്യങ്ങൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എവറിത്തിങ്, ഇപ്പോൾ നമ്മൾ അക്കൗണ്ട് ഉള്ളത്, ബാങ്കിൽ അക്കൗണ്ട് ഉള്ള നമ്മളെ പണവും സമ്പത്തും ഒക്കെ അവിടെയാണെന്ന് വെക്കുക. നമ്മൾ അവിടുന്ന് ട്രാൻസാക്ട് ചെയ്ത് കൊടുക്കുമ്പോഴും നമ്മൾ ഒരു കണക്കിൽ നിന്ന് മറ്റൊരു കണക്കിലേക്ക് ഇങ്ങ് മാറ്റി കൊടുക്കുന്നേ ഉള്ളൂ. ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക്, അയാളുടെ കയ്യിലേക്ക് കിട്ടുന്നൊന്നുമില്ല. കണക്കിൽ എൻ്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് മാറി എന്നൊരു വ്യത്യാസം മാത്രമേ ഉണ്ടാവുന്നത്. അവിടെയും നിലനിൽക്കുന്ന ഒരു സംഗതിയാണ് ഈ ഇടപാടുകളുടെ ഒരു കാര്യമെന്ന്. അപ്പോൾ ആയത്തുദ്ദൈൻ വളരെ ശ്രദ്ധേയമായ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആയത്താണ് എന്ന് കാണാൻ കഴിയും. ഞാൻ അതിലേക്ക് തിരിച്ചു വരാം. അതിൻ്റെ മുമ്പായിട്ട് ഖുർആനിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആയത്തുകൾ പരിശോധിക്കുമ്പോൾ തിജാറത്തിനെ കുറിച്ച് ഞാൻ വെറുതെ ഒന്ന് ഓടിച്ചു നോക്കിയപ്പോൾ തന്നെ ഒരു 10-15 ആയത്തുകൾ എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. മറ്റൊന്ന്, നേരത്തെ ഇവിടെ സവാദ് സാഹിബ് സൂചിപ്പിച്ച പോലെ മീസാനെയും അതുപോലെ മിക്കിയാലിനെയും കുറിച്ച് പറയുന്ന, അളന്ന് തൂക്കി കൊടുക്കുന്നതിനെയും അളന്ന് കൊടുക്കുന്നതിനെയും പരാമർശിച്ചുകൊണ്ട് പറയുന്ന ഒരു 2-3 ആയത്തുകൾ. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ മുത്തഫിഫീൻ എന്ന സൂറത്തിന്റെ തുടക്കത്തിലുള്ള വൈലുൻ ലിൽ മുത്തഫിഫീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ തൂക്കത്തിലും അളക്തത്തിലും ഒക്കെ കുറവ് വരുത്തുന്ന, അതിൽ കൃത്രിമം കാണിക്കുന്ന ആളുകൾക്ക് നാശം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ആ സൂറത്ത്. അതുപോലെ വേറെ 1-2 സന്ദർഭങ്ങളിലും ഈ കാര്യം ഊന്നലോടുകൂടി പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്ന് റിബ എന്നതാണ്, പലിശയാണ്. ഈ ഖുർആനിൽ പരാമർശിക്കുന്ന പലിശയുമായി ബന്ധപ്പെട്ടുള്ള ആയത്തുകളാണ്. വേറെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ദൈന് ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ ഈ ആയത്തുകൾ ചിലതൊക്കെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഈ നമുക്ക് ഞാൻ സന്ദർഭത്തിൻ്റെ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് സവാദിനോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, എന്തുകൊണ്ട് ഒരു PhD പ്രോജക്റ്റായിട്ട് ഇത് അണ്ടർടേക്ക് ചെയ്തുകൂടാ? ഇങ്ങനൊരു സംഗതി ഖുർആനിലെ മാർക്കറ്റിംഗ് പ്രിൻസിപ്പിൾസ് എന്താണെന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത് മോഡേൺ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് ഒരു മേജർ പ്രോജക്റ്റായിട്ട് അണ്ടർടേക്ക് ചെയ്തൊരു പഠനം നടത്തിയൊരു ഗ്രന്ഥം രചിച്ചൂടാ എന്ന ഒരു ചോദ്യമാണ് എൻ്റെ മനസ്സിലുള്ളത്. അത് മാസ്റ്റർ ഡിഗ്രിയൊക്കെ ഉള്ള ഒരാൾക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു സംഗതിയേ ഉള്ളൂ. അതിന് നല്ല സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഒരു ഡിസിപ്ലിൻ എന്ന നിലക്ക് അത് വേൾഡിൽ എവിടെയെങ്കിലും ആരെങ്കിലും പഠനം നടത്തി ഒരു നല്ല വർക്ക് പുറത്തു കൊണ്ടുവന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇനിയും അത്തരം എഫേർട്സിന് സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരായത്ത് സൂറത്തു നിസാഇലെ യാ അയ്യുഹല്ലദീന ആമനു ലാ തഅ്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിനെ നിങ്ങൾക്കിടയിൽ അന്യായമായ രീതിയിൽ തിന്നുകളയരുത് എന്നാണ് ഒരു നിർദ്ദേശം. ഇല്ല അൻ തകൂന തിജാറത്തൻ അൻ തറാദിൻ മിൻകും, നിങ്ങൾ പരസ്പരം തൃപ്തിയോടുകൂടി നടത്തുന്ന കച്ചവട ഇടപാടുകളുടെ കാര്യത്തിലല്ലാതെ, അങ്ങനെ കിട്ടുന്ന പ്രോഫിറ്റ് അല്ലാതെ നിങ്ങൾ ഇറസ്പോൺസിബിളായ രീതിയിൽ മറ്റൊരാൾക്ക് അവകാശപ്പെട്ടതിന് നിങ്ങൾ വിഴുങ്ങിക്കളയരുത്. നിങ്ങളുടെ സമ്പത്തിനെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തരവാദിത്വം ഇല്ലാതെ അതിൻ്റെ ഹക്ക് ഇടപാടുകളെ പറ്റി ബോധമില്ലാത്ത വിധത്തിൽ വിഴുങ്ങരുത്, തിന്നുകളയരുത് എന്ന് സത്യവിശ്വാസികളോട് നിർദ്ദേശിക്കുന്ന ഒരായത്താണ്. വലാ തഖ്തുലു അൻഫുസക്കും, തുടർന്ന് പറയുന്ന ആ ഭാഗമുണ്ടല്ലോ, ഭയങ്കര ശ്രദ്ധ പതിയേണ്ട ഒരു ഭാഗമാണ്. വലാ തഖ്തുലു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നു കളയരുത് എന്ന്. ഒരുപാട് കൊലപാതകങ്ങൾ ഈ സാമ്പത്തിക ഇടപാടുകളിൽ കാണിക്കുന്ന സൂക്ഷ്മതയില്ലായ്കയുടെ കാരണമായിട്ടുണ്ടാവുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുകൂടിയാണ് ആവണം ഈ ഒരു എലിമെന്റ് അതിനോട് ചേർത്ത് പറഞ്ഞിട്ടുണ്ടാവാൻ കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നല്ലാഹ ബിക്കും റഹീമ,
അള്ളാഹു നിങ്ങളോട് വലിയ കരുണ ഉള്ളവനാണ്. അതുകൊണ്ടാണ് ഈ നിർദ്ദേശം അള്ളാഹു നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ സമ്പത്ത് ഒരു ആരുടേത് എങ്ങനെ കിട്ടിയത് എന്നൊന്നും നോക്കാതെ, ആരുടേതാണ്, ആർക്ക് അവകാശപ്പെട്ടതാണ് എന്നതൊന്നും പരിശോധിക്കാതെ നിങ്ങൾ പരസ്പരം തിന്നുകളയരുത്. നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ടുകൊണ്ട് നടത്തുന്ന കച്ചവട ഇടപാടുകൾ കൊണ്ടുള്ള ബെനിഫിറ്റ് നിങ്ങൾ അങ്ങനെ ചെയ്യും, നിങ്ങൾ ഭുജിക്കുന്നതിനെ കുറിച്ചല്ല ഇത് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യം പറഞ്ഞത്. വളരെ പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റിംഗ് ആയി ബന്ധപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണ് ഖുർആൻ ഇവിടെ പറഞ്ഞിരുന്നത്. എങ്ങനെയെങ്കിലും കസ്റ്റമറുടെ കയ്യിലുള്ള പണം നമ്മളുടെ കീശയിലേക്ക് എത്തിക്കുക എന്ന ഒരു ലക്ഷ്യം മുസ്ലിമിന് ഒരു കച്ചവടത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ഉണ്ടാകുവാൻ പാടുള്ളതേ അല്ല. അതാണ് അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു തത്വം. മറ്റൊരാളുടെ കസ്റ്റമറുടെ കയ്യിൽ ഇപ്പോഴത്തെ മോഡേൺ ഈ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള നോഷൻ തന്നെ കസ്റ്റമറുടെ പോക്കറ്റിലോ ബാങ്ക് ബാലൻസിലോ ഉള്ള പണം മുഴുവൻ എങ്ങനെ നമ്മുടെ കീശയിലേക്ക് എത്തിക്കാം എന്നതാണ് നടക്കുന്ന ഗവേഷണങ്ങൾ മുഴുവനും. ഖുർആൻ ഇവിടെ എടുത്തു പറയുന്നത് മറ്റൊരാളുടെ സമ്പത്ത് നിങ്ങൾ ബാത്തിലായ രീതിയിൽ ഭുജിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുകയേ ചെയ്യരുത് എന്നത് മുസ്ലിമിൻ്റെ ഇടപാടുകൾക്കുള്ള ഒരു മാനദണ്ഡമായിട്ട് ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. പിന്നെ വേറെ തിജാറത്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വേറെയും ഒരുപാട് ആയത്തുകൾ ഉള്ളതിൽ ഇപ്പൊ സൂറത്ത് തൗബയിൽ 24-ാമത്തെ ആയത്ത് ഇവിടെ തിജാറത്തിനെ പരാമർശിക്കുന്നുണ്ട്. ഖുൽ ഇൻകാന ആബാഉക്കും വ അബ്നാഉക്കും വ ഇഖ്വാനുക്കും വ അസ്വാജുക്കും വ അശീറത്തുക്കും വ അംവാലുൻ ഇഖ്തറഫ്തുമൂഹ വ തിജാറത്തുൻ തഖ്ശൗന കസാദഹ വ മസാകിനു തർലൗനഹ അഹബ്ബ ഇലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പ്രിയപ്പെട്ടത് ഈ പറഞ്ഞ സംഗതികളൊക്കെയാണ് എങ്കിൽ അത് നിങ്ങളുടെ പിതാക്കള്, നിങ്ങളുടെ സന്താനങ്ങള്, നിങ്ങളുടെ സഹോദരന്മാര്, നിങ്ങളുടെ ഇണകള്, നിങ്ങളുടെ ബന്ധുക്കള്, നിങ്ങൾ പ്രയാസപ്പെട്ട് സമ്പാദിച്ചുണ്ടാക്കിയ നിങ്ങളുടെ സമ്പത്ത് നശിച്ചു പോകും അല്ലെങ്കിൽ നഷ്ടമായി പോകും എന്ന് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടം, അതുപോലെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഭവനങ്ങൾ, ഇതൊക്കെയാണ് നിങ്ങൾക്ക് അള്ളാഹുവിനേക്കാളും അവൻ്റെ ദൂതനേക്കാളും പ്രിയപ്പെട്ടതെങ്കിൽ നിങ്ങൾ ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബി അംരി, നിങ്ങൾ അള്ളാഹു അവൻ്റെ നടപടിക്രമവുമായി വരുന്നത് വരെ നിങ്ങൾ കാത്തിരുന്നോളൂ എന്ന് പറയുന്ന. അപ്പോൾ കച്ചവടം എന്താണ് എന്നത് ലാഭം, ഈ ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രോഫിറ്റ് മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് വേറെ കൺസേൺസും സ്ക്രൂപ്പിൾസും ഒന്നും ഇല്ലാത്ത വിധത്തിൽ ഒരു അപ്രോച്ച് സ്വീകരിക്കുന്നതിനെ അതിൻ്റെ മുരടിൽ തന്നെ കത്തിവെച്ചുകൊണ്ടുള്ള ഒരു പ്രയോഗം ഖുർആൻ ഇവിടെ നടത്തുന്നതാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. മറ്റിടത്ത് സൂറത്ത് നൂറിൽ അള്ളാഹുവിൻ്റെ ദിവ്യപ്രകാശത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അത്തരം ചില ഭവനങ്ങളിലാണ് ആ പ്രകാശമുള്ളത് എന്ന് പറയുന്ന ആയത്തിനെ തുടർന്ന് അള്ളാഹു പറയുന്നത് അള്ളാഹു നൂറുസ്സമാവാത്തി വൽ അർള് എന്ന് പറഞ്ഞിട്ട് അതീവ സുന്ദരമായ ആയത്തിന് ശേഷം ചില ഭവനങ്ങളെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞിട്ട് പറയുന്നത് റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ല. അവിടെയുള്ള ചില ആളുകൾ, അള്ളാഹുവിൻ്റെ നാമങ്ങളെ സ്മരിച്ചുകൊണ്ട് കഴിയുന്ന ആളുകൾ, അവരെ തിജാറത്തും വലാ ബൈഉൻ, കച്ചവടവും അതുപോലെ വാങ്ങലും വിൽക്കലുമായിട്ടുള്ള ആ വേൾഡ്ലി കൺസേൺസ് മാത്രമായ ആ ബോധം അവരുടെ ശ്രദ്ധയെ തിരിച്ചുവിടുകയില്ല. അള്ളാഹുവിനുള്ള ഇബാദത്ത്, സ്വലാത്തും അതുപോലെ സക്കാത്ത് നിർവഹണത്തിനും ഒക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് തടസ്സമായിട്ട് അവരെ കച്ചവടമോ അതുപോലെയുള്ള ഇടപാടുകളോ അവരെ ശ്രദ്ധ കൊണ്ടുപോയി കളയുകയില്ല. അത്തരത്തിലുള്ള ചില ആളുകളാണ് അവിടെയുള്ളത് എന്ന് പരാമർശിച്ചുകൊണ്ട് ഇവിടെ പറയുന്നതാണ്. ഇത് ഈ കച്ചവട മനസ്ഥിതിയുടെ ഇപ്പോൾ എല്ലാവരിലേക്കും അങ്ങ് എത്തിയിട്ടുള്ള സർവ്വവ്യാപിയായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. ഈ മൈൻഡ് സെറ്റ് എത്രത്തോളം രോഗാതുരമാണ് എന്നത് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു ആയത്താണ് ഈ ഞാനിവിടെ ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. പിന്നെ മറ്റ് സൂറത്തുൽ ജുമഅയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസംഗപീഠത്തിൽ കയറി നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മദീനയിൽ ഒരിക്കൽ ഒരു കച്ചവട സംഘം കടന്നു പോയപ്പോൾ കുറേ ആളുകൾ
ആ കച്ചവടത്തിൻ്റെ ആ കാലത്ത് ദാരിദ്ര്യവും വിഭവങ്ങൾ ലഭ്യമല്ലാത്ത ഒരു സാഹചര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ആ ഘട്ടത്തിൽ പലരുടെയും ശ്രദ്ധ ഈ നബി മിമ്പറിൽ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് അവിടെ അപ്പോൾ എത്തിയ കച്ചവട സംഘത്തിൻ്റെ കയ്യിലുള്ള വിഭവങ്ങളും അതിൻ്റെ വാങ്ങാനൊക്കെ ഉള്ള സാധ്യതയും അതിൻ്റെ വിലക്കുറവോ ഒക്കെ അങ്ങനെയുള്ള സംഗതികളിലേക്കൊക്കെ ശ്രദ്ധ പോയ ഒരു സന്ദർഭത്തെ പരാമർശിച്ചുകൊണ്ടാണ് സൂറത്തുൽ ജുമായിൽ അള്ളാഹു ഇത് സൂചിപ്പിക്കുന്നത്. വൈദാർ ഔ തിജാറത്തൻ, അവര് ഒരു കച്ചവടം കാണുകയോ ഔ ലഹുൻ, അതുപോലെ ഒരു വിനോദോ അവരുടെ ശ്രദ്ധ തിരിച്ചു കളയുന്ന ഒരു സംഗതിയോ ഒക്കെ കാണുകയൊക്കെ ചെയ്താൽ ഇൻഫല്ലു ഇലൈഹ, അവര് അതിലേക്ക് അങ്ങ് തിരിഞ്ഞു പോവുകയാണോ? വതറകൂക ഖായിമ, നിന്നെ ഈ പ്രസംഗപീഠത്തിൽ അങ്ങനെ നിൽക്കുന്നവനായിട്ട് വിട്ടേച്ചുകൊണ്ട് ഖുൽ, എന്നിട്ട് പറഞ്ഞോളൂ പ്രവാചകരെ, മാ ഇൻദല്ലാഹി ഖൈറും മിനൽ ലഹ്വി വമിനത് തിജാറ, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതാണ് ഈ ഇവർ കാണുന്ന വിധത്തിലുള്ള ഈ ഡിസ്ട്രാക്ഷൻസിനേക്കാളും കച്ചവടത്തിനേക്കാളും ഒക്കെ ഏറ്റവും അവർക്ക് ഗുണകരമായത് എന്നും കൂടി പറഞ്ഞുകൊണ്ട് ഒരു മൈൻഡ്, ഒരു പെർസ്പെക്റ്റീവ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സംഗതി നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഞാൻ ഈ ആയത്തുകൾ കച്ചവടവുമായി നേരിട്ട് ബന്ധം ഉള്ളത് കൊണ്ടല്ല ഇതിവിടെ പരാമർശിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് കച്ചവടത്തിൻ്റെ ഒരു സ്പെക്ട്രത്തിൽ ഒരു മുസ്ലിമിൻ്റെ മൈൻഡ് വർക്ക് ചെയ്യേണ്ടത് എന്നതിനെ പഠിപ്പിക്കുന്ന, ഇൻഡയറക്റ്റ് ആയിട്ട് പഠിപ്പിക്കുന്ന ചില പരാമർശങ്ങൾ അതിലുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ ഇത് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. ഇനി സൂറ ഹൂദിൽ ഷുഐബ് അലൈഹിസ്സലാമിൻ്റെ സംഭവങ്ങൾ പറയുന്ന ഘട്ടത്തിൽ അള്ളാഹു പറയുന്ന കാണാൻ കഴിയും. വ ഇലാ മദിയന അഖാഹും ഷുഐബ, മദിയനിലേക്ക് അവരുടെ സഹോദരൻ ഷുഐബിനെ നാം അയക്കുകയുണ്ടായി. അപ്പോൾ കാല, അദ്ദേഹം ആ സമൂഹത്തോട് പറഞ്ഞു, യാ ഖൗം, എൻ്റെ ആളുകളെ, എൻ്റെ നാട്ടുകാരെ, ഉഅ്ബുദുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക, മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, നിങ്ങൾക്ക് അള്ളാഹു അല്ലാത്ത വേറെ ഇലാഹൊന്നുമില്ല, വലാ തൻഖുസുൽ മിക്യാല വൽ മീസാൻ, ഉടനെ അവരോട് പറയുന്നത് നിങ്ങളുടെ അളത്തത്തിലും തൂക്കത്തിലും നിങ്ങൾ കുറവ് വരുത്തരുത്. ഷുഐബ് അലൈഹി ഇസ്ലാമിൻ്റെ ദൗത്യത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു എലിമെൻ്റാണ് ഈ അളത്തത്തിലും തൂക്കത്തിലും കുറവ് വരുത്തിക്കൊണ്ട് ചതിപ്രയോഗം നടത്തിയിരുന്ന ഒരു കച്ചവട സംസ്കാരം നിലനിന്നിരുന്ന ആ സമൂഹത്തിൽ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ ബോധ്യപ്പെടുത്തിയ ഇതിനോടൊപ്പം തന്നെ വളരെ പ്രാധാന്യപൂർവം ഈ സാമൂഹ്യ ബന്ധങ്ങളുടെ കെട്ടുറപ്പിനെ തകർത്തു കളയുന്ന വിധത്തിലുള്ള ഈ സാമൂഹ്യമായ ദുരാചാരത്തെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഈ അധ്യാപനം, ഈ നിർദ്ദേശം നൽകുക എന്നത്. ഇന്നി അറാക്കും ബി ഖൈർ, ഞാൻ നിങ്ങളെ കാണുന്നത് ഒരുപാട് വിഭവ സമൃദ്ധി നൽകപ്പെട്ട ആളുകളായിട്ടാണ്. വൈന്നി അഖാഫു അലൈക്കും അദാബ യൗമി മുഹീത്ത്, എല്ലാറ്റിനെയും വരിഞ്ഞ് പൊതിഞ്ഞു കളയുന്ന വിധത്തിലുള്ള, എല്ലാറ്റിനെയും അങ്ങ് കൂട്ടിപ്പൊതിയുന്ന ആ ഒരു നാളിൽ, എല്ലാറ്റിനെയും ചൂഴ്ന്ന് വരുന്ന ആ നാളിൻ്റെ ദുരിതം, അന്നത്തെ അതിഭീകരമായ ശിക്ഷ നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഭയപ്പെടുന്നു എന്ന് ഷുഐബ് അലൈഹിസ്സലാം ആ സമൂഹത്തോട് പറയുകയാണ്. തുടർന്ന് പറയുന്ന വയാ ഖൗമി ഔഫുൽ മിക്കിയാൽ, എന്നിട്ട് പറയുന്നത്, ജനങ്ങളെ നിങ്ങൾ അളവ് തീർത്ത് പൂർത്തീകരിച്ചു കൊടുക്കുക, വൽ മീസാൻ, തൂക്കവും അതിലൊന്നും ഒരു കുറവും വരുത്തരുത്, അത് നീതിപൂർവകമാക്കുക, വലാ തബ്ഖസുന്നാസ അശ്യാഅഹും, ജനങ്ങൾക്ക് അവർ വില കൊടുത്ത് വാങ്ങുന്ന ഈ വിഭവങ്ങളെ അല്ലെങ്കിൽ അവർ വാങ്ങുന്ന സാധനങ്ങളിൽ ഒരു നഷ്ടവും ഒരു കുറവും വരുത്തരുത്, വലാ തഅസൗ ഫിൽ അർദി മുഫ്സിദീൻ, നിങ്ങൾ ഭൂമിയിൽ കലാപം കുഴപ്പമുണ്ടാക്കി മാറ്റുന്നവരായി മാറുകയും ചെയ്യരുത് എന്നാണ്. അപ്പോൾ ഇവിടുത്തെ വാല്യൂസ്, അതിൻ്റെ ബേസിസ് ഈ കച്ചവടത്തിൻ്റെ വിഭവങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നതിൻ്റെ അടിത്തറ തകർക്കപ്പെടുന്ന വിധത്തിൽ ഉള്ള ചില നടപടികൾ ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ 1000 ഗ്രാം എന്ന് പുറത്ത് പാക്കറ്റിൽ എഴുതി വെച്ചിട്ട് 900 ഗ്രാമോ 950 ഗ്രാമോ ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കച്ചവട രീതിയാണ് സ്വീകരിക്കുന്നതെങ്കിൽ ആ സമാനമായ സംഗതികൾ ചെയ്യുന്നത്, അളത്തത്തിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നത് ഇവിടുത്തെ ചില വ്യവസ്ഥകളെ തന്നെ തകർത്ത് കളയുന്ന വിധത്തിലുള്ള കാര്യമായിട്ടാണ് ഖുർആൻ അതിനെ എടുത്ത് കാണിക്കുന്നതെന്ന് മാത്രമല്ല, അത് വലിയ ഉച്ചനീചത്വങ്ങളും സമൂഹത്തിൽ വലിയ കലാപത്തിനും കുഴപ്പത്തിനും കാരണമാകുന്ന ഒരു സംഗതിയായിട്ട് കൂടി സൂചിപ്പിക്കുകയാണ്. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലിശയെ പരാമർശിച്ചുകൊണ്ട് നമുക്ക് ധാരാളം നിർദ്ദേശങ്ങൾ കാണാൻ കഴിയും. ഞാൻ ഇതിൻ്റെ ബാക്കി ആയാത്തുകളിലേക്ക് പോവുമല്ല, അതിൻ്റെ
ചുരുങ്ങിയ 1-2 മിനിറ്റ് കൊണ്ട് വേറെ ചില കാര്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാമർശിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ പ്രോഫിറ്റിൻ്റെ, ലാഭം ഉണ്ടാകുന്നതിൻ്റെ ഖുർആൻ പോയിന്റ് ഔട്ട് ചെയ്യുന്ന സാധ്യത, അതിനുള്ള മെത്തേഡ് എന്താണ് എന്നത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക എന്നതാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ ചില സംഭവങ്ങൾ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങൾ നേരത്തെ പറഞ്ഞ പ്രൊമോഷൻ, അതായത് കസ്റ്റമറെ ഒരു സംഗതി വാങ്ങാൻ പ്രേരിപ്പിക്കുന്ന വിധത്തിൽ ഉള്ളതും ഇല്ലാത്തതും അല്ലെങ്കിൽ ഉള്ളതിനെ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ടൊക്കെ പറയുന്ന ഈ സംഗതി കൊണ്ട് കച്ചവടം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് വിപണനം നടക്കും, പക്ഷെ ബർക്കത്ത് ഉണ്ടാവില്ല. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഹദീസിലെ അതിൻ്റെ സാരം ഇങ്ങനെയാണ്. കച്ചവടമൊക്കെ നിങ്ങൾക്ക് നടക്കുന്നുണ്ടാവും, ബർക്കത്ത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നമ്മളുടെ വിഭവങ്ങളൊക്കെ വിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ഇയാൾക്ക് കിട്ടുന്നതിന് ഒരു അഭിവൃദ്ധി ഉണ്ടാവില്ല, അതിൻ്റെ നേട്ടം അയാൾക്ക് അനുഭവിക്കാനുള്ള സാധ്യത ഉണ്ടാവില്ല, കിട്ടുന്നതിൻ്റെ ഇരട്ടി പോകുന്ന വിധത്തിൽ ഇത് സമാവിയായിട്ടുള്ള പ്രൊവിഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് കച്ചവടത്തിൻ്റെ ലാഭം എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ വളരെ അടുത്ത ഒരു സമയത്ത് ഒരാളുടെ ഒരു സാമ്പത്തിക ഇടപാടിൻ്റെ ഒരു രംഗം ഉണ്ടായപ്പോൾ ഞാൻ അയാളോട് സംസാരിച്ചപ്പോൾ അയാളുടെ ഒരു രീതി ഞാൻ ഭയങ്കര അത്ഭുതം തോന്നി എനിക്ക്. അയാൾ കച്ചവടത്തിൽ സ്വീകരിക്കുന്ന ഒരു സർവീസ് പ്രൊവൈഡറാണ്. അയാൾ സ്വീകരിക്കുന്ന ഒരു രീതി, ടേംസൊക്കെ വളരെ ക്ലിയർ ആയിട്ട് അയാൾ കാര്യങ്ങൾ പറയും. എന്നിട്ട് വളരെ ലിബറലായിട്ട് അയാൾ ബാക്കി പല സർവീസ് പ്രൊവൈഡേഴ്സിനായിട്ട് വെച്ച് നോക്കുമ്പോൾ വളരെ ലിബറലായിട്ട് അയാൾ നിലപാടുകൾ എടുക്കും. എന്നിട്ട് അവസാനം പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത് വീണ്ടും കുറച്ച് തരും. അപ്പോൾ അതിനെപ്പറ്റി അതിൻ്റെ സാധ്യതകളെ കുറിച്ച് അയാൾ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, സാധനം നന്നായി കൊടുക്കുക, നല്ല സർവീസ് കൊടുക്കുക എന്നതുണ്ടായാൽ അതിൽ നിങ്ങൾക്കൊരു വലിയ തൃപ്തിയും ഉണ്ടാവുന്ന ഒരവസ്ഥ ഉണ്ടായാൽ പിന്നെ ഞാൻ അതിൻ്റെ പ്രൊമോഷന് വേണ്ടി ഒരു പൈസയും ചെലവഴിക്കണ്ടല്ലോ, നിങ്ങൾ തന്നെയല്ലേ എൻ്റെ പ്രൊമോട്ടേഴ്സായി മാറുക എന്നതാണ് അയാൾ. പക്ഷെ നല്ല ഒരു ഇസ്ലാമിൻ്റെ ഒരു സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു കച്ചവടം നടത്തുന്ന ഒരു സ്വഭാവമായിട്ട് എനിക്കത് തോന്നി. ഞാൻ ഹായിൽ ആയിരുന്നപ്പോൾ കണ്ട ഒരു കാഴ്ച എന്നെ വല്ലാതെ വിസ്മയിപ്പിച്ചിട്ടുള്ളത്, നമ്മുടെ കമ്പോളങ്ങൾക്ക് എന്തുകൊണ്ട് അത് സാധിക്കുന്നില്ല എന്ന് പോലും തോന്നിപ്പോയിട്ടുള്ള 2 പച്ചക്കറി കച്ചവടക്കാർ അടുത്തടുത്ത് നിന്നുകൊണ്ട് കച്ചവടം ചെയ്യുകയാണ്. അപ്പോൾ കസ്റ്റമേഴ്സ് വരുമ്പോൾ രണ്ടിടത്തേക്കും ആളുകൾ പോകും, അതിനിടയ്ക്ക് ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി അങ്ങ് പോവുക, മറ്റാൾ ഇവിടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഒരു കസ്റ്റമർ വരുന്നത്. അയാൾ ഇയാളുടെ അടുത്തല്ല, ഇയാളുടെ നേരെ മുന്നിൽ കച്ചവടം ചെയ്തിരുന്ന ആളുടെ ചരക്ക് വാങ്ങാൻ വേണ്ടി വന്നിങ്ങനെ നോക്കിയിട്ട് അതിൻ്റെ ഉടമയെ കാണാതെ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുമ്പോൾ മറ്റേ കച്ചവടക്കാരൻ ഇറങ്ങി വന്നിട്ട് ഇയാൾക്ക് എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് അത് അളന്ന് തൂക്കിയൊക്കെ ക്രമമായി കൊടുത്ത് പൈസ വാങ്ങി പെട്ടിയിലിട്ടിട്ട് അയാൾ പോവുകയാണ്. എന്നിട്ട് അയാളുടെ സീറ്റിൽ പോയിരിക്കുക. നമ്മൾ നമ്മുടെ നാട്ടിൽ കാണുന്ന കച്ചവടത്തിൻ്റെ ഒരു രീതി എങ്ങനെയാണ്, അയാൾക്ക് കൂടി വരുന്ന കസ്റ്റമേഴ്സിനെ എങ്ങനെ നമ്മൾ ഇങ്ങോട്ട് വലിച്ച് പിടിച്ച് കൊണ്ടുവരാം, എന്നിട്ട് എൻ്റെത് മാർക്കറ്റ് ചെയ്യാം എന്നതിനുള്ള കുതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന ഒരു മനസ്ഥിതി ആണ് നമ്മുടെ ഈ മാർക്കറ്റിൽ നമ്മൾ കാണുന്ന ഒരു പ്രവണത. മറ്റാളോട് ഞാൻ ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ വളരെ നമ്മളെ വല്ലാതെ ചിന്തിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. അയാൾ പറയുന്ന, മോനെ, റിസ്ക് തരുന്നത്, ലാഭം തരുന്നത് അള്ളയാണ്. അള്ള നമ്മളുടെ കൽബിലേക്ക് കൂടി നോക്കിയിട്ടാണ് നമുക്ക് ലാഭവും നമുക്കുള്ള പ്രൊവിഷൻസും ഒക്കെ തരുന്നത്. ഇത് ഞാനോ നിങ്ങളോ കാണിക്കുന്ന കച്ചവടത്തിൻ്റെ സാമർഥ്യമല്ല യഥാർത്ഥത്തിൽ കച്ചവടത്തിലെ വിജയം നിർണ്ണയിക്കുന്നത് എന്നതാണ് അയാൾ പറയുന്ന ഒരു സംഗതി. ഈ ഇത് കണ്ടപ്പോൾ ഞാനത് പിന്നീട് പലപ്പോഴും അത് നിരീക്ഷിക്കാറുണ്ടായിരുന്നു. ഈ ആളുകൾ മറിച്ചും അങ്ങനെ ചെയ്യാണ്. ഇതുകൊണ്ട് എന്തൊക്കെ സൗകര്യങ്ങളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഒരു ആവശ്യമില്ലാത്ത തർക്കങ്ങൾ ഉണ്ടാവുന്നില്ല, വടംവലി ഉണ്ടാവുന്നില്ല. കസ്റ്റമേഴ്സ് വരുമ്പോഴത്തേന് ഏതാണ് അയാൾക്ക് വേണ്ടതെന്ന് ഉള്ള നിലക്ക് നോക്കിയിട്ട് അത് വേണോ ഇത് വേണോ എന്ന് തീരുമാനിക്കാൻ വേണ്ടി ഒരു 2-3 മിനിറ്റ് അവിടെ നിന്നിട്ടൊന്ന് നിരീക്ഷിക്കാൻ കസ്റ്റമർക്ക് കഴിയാതെ പോകുന്നില്ല. എനിക്ക് പലപ്പോഴും ചില മത്സ്യ മാർക്കറ്റിലൊക്കെ പോയപ്പോൾ തോന്നിയിട്ടുള്ളത്, അവിടത്തേക്ക് പോയി ഞാൻ ഇനിയും മീൻ വാങ്ങൂല എന്നാണ്. കാരണം ഒരു നല്ല മീൻ ഏതാണെന്ന് നോക്കാൻ ഒരു സമയം തരുന്നതിൻ്റെ മുമ്പ് നമ്മളെ പേര്, പ്രൊഫഷൻ്റെ പേര്, നാട്ടിലെ പേര്, എല്ലാ പേരും വിളിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് വലിച്ചു കൊണ്ടുപോയാലേ ഈ സെല്ലർക്ക് തൃപ്തിയാവുള്ളൂ. എന്നിട്ട് ഏതാ നല്ലതെന്ന് പോലും തീരുമാനിക്കാനും നോക്കാനൊരവസരമില്ലാത്ത വിധത്തിൽ നമ്മൾ മുഷിയാണ്. അപ്പോൾ സംഭവിക്കുന്നത് അവിടെ എന്താണ്, ഒരു കസ്റ്റമറുടെ, നമ്മൾ ഈ വിൽപ്പനക്കാരൻ്റെ ആർത്തി കാരണമായിട്ട് ആ കസ്റ്റമറെ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുന്നതായിട്ടാണ് ഒരു അനുഭവം ഉണ്ടാവുക. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിൻ്റെ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു കഥ വായിക്കും. മദീനയിലേക്ക് ഹിജ്റ ചെയ്ത് വന്ന സംഘത്തിൽപ്പെട്ട
പ്രമുഖനായ ഒരു സഹാബിയായിരുന്നു അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ അൻസാറുകളും മക്കയിൽ നിന്ന് വന്ന മുഹാജിറുകളും തമ്മിൽ സാഹോദര്യ ബന്ധത്തിൻ്റെ ഒരു ഇക്വേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത ആ സമയത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫിൻ്റെ സഹോദരനായിട്ട് അൻസാറുകളിൽപ്പെട്ട ഒരാളെ നിശ്ചയിച്ചു കൊടുത്തുകൊണ്ട് അങ്ങ് പോയപ്പോൾ ആ സഹോദരൻ ആ അൻസാരി അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോട് പറഞ്ഞു, ഞാൻ ആണ് നിങ്ങളുടെ സഹോദരനായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് 2 ഭാര്യമാരുണ്ട്, ധാരാളം സമ്പത്തുണ്ട്, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എൻ്റെ ഒരു ഭാര്യ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വിവാഹമോചനം ചെയ്തിട്ട് നിങ്ങൾക്ക് ഭാര്യയായിട്ട് തന്നേക്കാം. അതുപോലെ എൻ്റെ സമ്പത്തിൻ്റെ ഒരു ഭാഗം പകുതി നിങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ വേണ്ടി ഞാൻ വിട്ടുതരാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ചോദിച്ചത്, അതൊന്നും എനിക്ക് ആവശ്യമില്ല, നിങ്ങൾ ഇവിടുത്തെ ഒരു ചന്ത ഏതാണെന്നൊന്ന് എനിക്ക് കാണിച്ചു തന്നാൽ മതി എന്ന്. അപ്പോൾ ഈ സഹാബി പറഞ്ഞത്, നിങ്ങൾക്ക് ഞാൻ എന്നാൽ ഖൈനുഖാ സൂഖ് കാണിച്ചു തരാം എന്ന്. അങ്ങനെ വെറും കയ്യോടെ, വലിയ കച്ചവടത്തിൽ വലിയ സാമർഥ്യമൊക്കെ ഉണ്ടായിരുന്ന ആള് എല്ലാം ഇട്ടെറിഞ്ഞിട്ടാണ് മക്കയിൽ നിന്ന് പോരുന്നത്. മദീനയിൽ എത്തുന്ന സീറോ ഇൻവെസ്റ്റ്മെന്റോടുകൂടി കച്ചവടത്തിന് ഇറങ്ങുകയാണ്, സീറോ ക്യാപിറ്റലാണ്. അങ്ങനെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഖൈനുഖാ ചന്തയിലേക്ക് പോയിട്ട് പാൽക്കട്ടിയും വെണ്ണയും അതുപോലെയുള്ള ചെറിയ സാധനങ്ങൾ, പ്രോഡക്ട്സ് വിൽപ്പന തുടങ്ങിയുകൊണ്ടാണ് കച്ചവടം തുടങ്ങുന്നത്. കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നല്ല സുഗന്ധം പുരട്ടിയത് നബിക്ക് അനുഭവപ്പെട്ടപ്പോൾ നബി ചോദിച്ചു, എന്തു പറ്റി അബ്ദുറഹ്മാൻ, നീ എന്താ കല്യാണം കഴിച്ചോ എന്ന് ചോദിച്ചു. അതെ റസൂലെ, ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. ആരാണ്? അപ്പോൾ അൻസാറുകളിൽപ്പെട്ട ഒരു സ്ത്രീയാണ്. പിന്നെ എന്നാൽ നീ എന്താണ് മഹർ കൊടുത്തിട്ടുള്ളത്? ഞാനൊരു കാരക്കക്കുരുവിൻ്റെ അത്രയുള്ള സ്വർണ്ണമാണ് കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നാൽ പിന്നെ ഒരു ആടിനെ അറുത്തിട്ടെങ്കിലും ഒരു വലീമ നടത്തണം എന്ന് നബി ഉപദേശിക്കുകയൊക്കെ ചെയ്തു. അബ്ദുറഹ്മാൻ ബിൻ ഔഫിൻ്റെ കച്ചവടത്തിലെ സത്യസന്ധതയുടെയും അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിൽ അദ്ദേഹം ഖുർആന്റെയും സുന്നത്തിൻ്റെയും സ്പിരിറ്റ് മനസ്സിലാക്കിയതിൻ്റെയും ഒരു വലിയ എക്സ്പ്രഷനായിട്ട് പിന്നെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഭയങ്കര ലാഭം നേടിയിട്ടുള്ള വലിയ സമ്പത്തിൻ്റെ ഉടമയായ ഒരു കച്ചവടക്കാരനായിട്ട് മാറുന്നതാണ്. അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 0 ആണ്. വെറും തടിമിടുക്കോടുകൂടി മാർക്കറ്റിലേക്ക് ചെന്നിട്ടുള്ള ആളാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഭയങ്കര ദുരിതവും അതുപോലെ തന്നെ വിഭവ ദൗർലഭ്യവും ഉണ്ടായിരുന്ന ഒരു ഘട്ടത്തിൽ വലിയ ഒരുപാട് ഒട്ടകങ്ങൾക്ക് ചുമക്കാവുന്ന ചരക്കുമായിട്ട് മദീനയിലേക്ക് കച്ചവടം ചെയ്ത് എത്തിയിട്ടുള്ള അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ ആ ഒട്ടക സംഘങ്ങളും അതിലെ വിഭവങ്ങളും ഒക്കെ കണ്ടിട്ട് ആളുകളൊക്കെ കൂടി തടിച്ചു കൂടുന്ന ഒരു രംഗാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പോലും വീട്ടിൽ നിന്ന് പുറത്തേക്ക് തലയിട്ട് നോക്കിയിട്ട് ആരോടൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ആരാണ് മക്കളെ വന്നിട്ടുള്ള ഇത്രയും കൂടുതൽ ചരക്കൊക്കെ ആയിട്ട് എന്ന് ചോദിക്കുക. അപ്പോൾ ആ ഒരു ഘട്ടത്തിലേക്ക് അബ്ദുറഹ്മാൻ ബിൻ ഔഫിനുണ്ടാവുന്ന ഒരു ഉയർച്ച, അത് കച്ചവടത്തിന്റെ ഒരു അതിഗംഭീരമായ ഒരു ബർക്കത്താണ് എന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അന്ന് ആളുകളെല്ലാവരും ചുറ്റും കൂടിയിട്ട് അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോട് വില പറയുകയാണ്. കാരണം മറിച്ച് വിൽക്കാനുള്ള ഒരുപാട് സാധ്യതയുണ്ട്. ഹോൾസെയിലായിട്ട് ഇതൊക്കെ വാങ്ങിയിട്ട് ഇത് മറിച്ച് വിൽക്കാൻ വേണ്ടി പല കച്ചവടക്കാരും വന്നിട്ട് മൊത്തം വില പറയുകയാണ്. അങ്ങനെ വില പറയുമ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറയണ, അതൊന്നും എനിക്ക് പോരാ, ആ വിലക്കൊന്നും ഞാനിത് തരൂല. അപ്പോൾ ആ സഹാബികൾ പറയണം, ഇത്രയും ക്ഷാമത്തിന്റെ വറുതിയുടെ ഈ കാലത്ത് അബ്ദുറഹ്മാൻ, നീ എന്താണ് ഇത്രയും വില ചോദിക്കുന്നത്? ഇതൊന്നും മതിയാവാതെ പിന്നെ എന്തിനാണ് നീ വിൽക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറയുന്നത്, എനിക്ക് അതിനേക്കാളും കൂടുതൽ വില വേറെ ആൾ പറഞ്ഞിട്ടുണ്ട്, അതിൽ കൂടുതൽ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞു. അങ്ങനെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ആ കൊണ്ടുവന്ന ചരക്ക് മുഴുവനും ആ മദീനയിലുണ്ടായിരുന്ന സഹാബിമാർക്കും അവരുടെ ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ നൽകുന്നതിന് വേണ്ടി സദഖ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത്രയും വലിയ എന്ന് പറഞ്ഞാൽ അള്ളാഹ് അതിന് ഓഫർ ചെയ്തിട്ടുള്ള അത്രയും ലാഭം മറ്റാരും അതിന് ഓഫർ ചെയ്തിട്ടില്ല എന്നാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് അതുകൊണ്ട് സൂചിപ്പിച്ചതെന്നുള്ള നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുപോലെ ഈ വേറൊരു സംഭവം, ഒരു ഗോതമ്പോ അതുപോലെ ഉള്ള ഏതോ ധാന്യം കൂട്ടിയിട്ടിരുന്ന വിൽപ്പനക്ക് വെച്ചിരുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുന്നതിനിടക്ക് ഗോതമ്പത്തിന് ആ കൂമ്പാരത്തിലൊന്ന് കൈ പൂഴ്ത്തിയിട്ട് നോക്കിയപ്പോൾ അകത്ത് അതിന് മുകളിലൊക്കെ നല്ല ഗോതമ്പാണ്, പക്ഷെ അകത്ത് നനവുള്ള ഈർപ്പമുള്ള അല്ലെങ്കിൽ ഗുണം കുറഞ്ഞ ഗോതമ്പാണ് എന്നുള്ളത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ
വല്ലാതെ ശാസിച്ചുകൊണ്ട് സംസാരിച്ചത് ഹദീസിൽ നമുക്ക് കാണാം. ചതിപ്രയോഗം കച്ചവടത്തിൽ നടത്തുന്നത് അങ്ങേയറ്റം അതിൻ്റെ ബർക്കത്ത് എന്ന് പറഞ്ഞ ലാഭം എന്ന് പറയുന്നത് വെറും നമ്മളെ പെട്ടിയിൽ ബാക്കിയാവുന്ന ആ പ്രോഫിറ്റ് മാത്രമല്ല, നമുക്കൊരു 10 രൂപയാണ് ലാഭം കിട്ടുന്നതെങ്കിൽ ആ 10 രൂപയ്ക്ക് നമുക്ക് ജീവിതത്തിൻ്റെ എല്ലാ ഐശ്വര്യവും ഉള്ള വിധത്തിൽ ജീവിക്കാൻ കഴിയുന്ന ഒരു സിറ്റുവേഷനാണ് ഈ ബർക്കത്തായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ബർക്കത്തില്ലാണ്ടാക്കുന്ന ഒരു സംഗതിയായിട്ട് ഇതിനെ പറഞ്ഞു കൊടുക്കുകയും നബി അതിനെ വളരെ കുറ്റകരമായ ഒരു സംഗതിയായിട്ട് പറയുകയൊക്കെ ചെയ്തത് ഹദീസിൽ കാണാൻ കഴിയും. ഇസ്ലാമിലെ ഈ തിജാറത്ത് ഇടപാടുകളുടെ ഈ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വാങ്ങുന്ന ആൾക്കും വിൽക്കുന്ന ആൾക്കും പൂർണ്ണമായ തൃപ്തി ഉണ്ടാവുക എന്നത് ഡീലിൻ്റെ ഒരു ഷർത്താണ്. ഞാൻ വിൽക്കുന്നതും മറ്റയാൾ വാങ്ങുന്നതും വലിയ തൃപ്തിയോടുകൂടി ആവണം എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. പറ്റിക്കുക എന്നൊരു എലമെന്റ് അതിൽ വരുന്നതോടുകൂടി അതുണ്ടാവില്ല. അപ്പോൾ ഞാൻ ചിലപ്പോൾ തിരുവനന്തപുരത്തേക്ക് ഞാൻ ഒരുപാട് തവണ യാത്ര ചെയ്തിട്ടുണ്ട്. അവിടെ പോയ ഒരു 10-15 തവണ യാത്ര ചെയ്ത ഘട്ടങ്ങളിൽ എനിക്കൊക്കെ തോന്നിയിട്ടുള്ളത്, പടച്ചമ്പരാൻ ഈ പട്ടണത്തിൽ വന്നിട്ട് ഒരു നല്ല റെസ്റ്റോറൻറ്റ് റൺ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷെ ഏറ്റവും വലിയ സുഹൃതമായിരിക്കും അത്. നല്ല ഈ കലർപ്പൊന്നുമില്ലാത്ത മായം ചേർക്കാത്ത നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ട് മിതമായ വിലക്ക് വിൽപ്പന നടത്തുകയാണെങ്കിൽ അത് ചെയ്യാവുന്ന ഏറ്റവും വലിയ പുണ്യമായിരിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നീട് ഒരിക്കലും പോയപ്പോൾ അങ്ങനെയുള്ള ചില റെസ്റ്റോറൻറ്റ്സ് ഒക്കെ അവിടെ ഉണ്ടായതായിട്ടും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു വലിയ സേവനമാണ് മാർക്കറ്റിംഗ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില വാല്യൂസ്. ഒന്ന്, പരസ്പരമുള്ള വിശ്വാസം ഉണ്ടാക്കുക എന്നുള്ളത്. വിൽക്കുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ, മാനുഫാക്ചററും അത് മാർക്കറ്റ് ചെയ്യുന്ന ആളും അത് ഫൈനലായിട്ട് കച്ചവടം ചെയ്ത് കസ്റ്റമറിലേക്ക് എത്തിക്കുന്ന ആളും വിശ്വസിക്കാൻ കഴിയുന്ന, പരസ്പരം വിശ്വാസം ഉണ്ടാകുന്ന വിധത്തിലുള്ള സത്യസന്ധത കാണിക്കുന്നവരാവുക, തൃപ്തി നൽകുന്നവരാവുക, അതുപോലെ അതിൽ ഇഖ്ലാസ് ഉള്ളവരാവുക, നസീഹത്ത് കാണിക്കുന്ന, ഗുണകാംക്ഷ കാണിക്കുന്നവരായി മാറുക എന്നത് ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ഒരു ഹദീസ് പറയുന്നത്, നമ്മൾ സംശയകരമായ സംഗതികളിൽ നിന്ന് ഉറപ്പായ ശരിയാണിത് എന്ന ഉറപ്പുള്ള സംഗതിയിലേക്ക് നീങ്ങാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുന്ന ഒരു ഹദീസ് കാണാൻ പറ്റും. സംശയമുള്ള, ഇപ്പോൾ അത് ഹലാലാണോ ഹറാമാണോ എന്ന് സംശയമുള്ള, കച്ചവടത്തിൻ്റെ കാര്യത്തിലും ഇങ്ങനെയുണ്ട്. ഹലാലാണോ ഹറാമാണോ, ഞാൻ അയാൾക്ക് തികച്ച് കൊടുത്തിട്ടില്ലേ, അതിൽ അയാളുടെ അവകാശം ചോർന്നു പോയോ എന്നൊക്കെ തോന്നുന്നത്. അപ്പോൾ തൂക്കുമ്പോൾ, അളന്നു കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു ലേശം അധികമായി പോയാലും നഷ്ടമല്ല, അതുകൊണ്ട് ഇൻഡയറക്റ്റ് ആയ രീതിയിൽ വലിയ ഭാഗ്യവും വലിയ വർധനവുമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കലാണ്. അപ്പോൾ അത് ഒരു വലിയ പ്രധാനപ്പെട്ട നിർദ്ദേശമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഹലാല് ഹറാമുകളെ വേർതിരിക്കാത്ത വിധത്തിലുള്ള ഇടപാടുകൾ, സാമ്പത്തിക ഇടപാടുകൾ, കച്ചവട ഇടപാടുകൾ ഒന്നും നടത്താതിരിക്കുക എന്നത് ഖുർആന്റെ നിർദ്ദേശങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ കൺസ്യൂമേഴ്സിന്റെ റൈറ്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന വിധത്തിലുള്ള സംസാരം തന്നെ, ഒരു ഡിസ്കോഴ്സ് തന്നെ നടക്കുന്നത് ഖുർആനിലും അതുപോലെ തന്നെ ഹദീസുകളിലുമാണ് എന്ന് കാണാൻ കഴിയും. വേറെ ഒരു സംഗതി, ഒരു നിർദ്ദേശം, ഒരു ഹദീസിൽ കച്ചവടം നടന്നൊരു സ്ഥലത്ത് വാങ്ങിയ ആളും വിറ്റ ആളും അവിടെ തന്നെ ഉണ്ട്. ആ ഒരു അവസ്ഥയിൽ ഇയാൾക്കൊരു അസംതൃപ്തി തോന്നുകയാണ്, വാങ്ങിയ ആൾക്ക്. എങ്കിൽ അത് തിരിച്ചു കൊടുക്കാൻ വാങ്ങിയ ആൾക്ക് അവകാശമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു സംഗതി. ഇപ്പോൾ ഞാനൊരു സാധനം വാങ്ങി, കടയിൽ നിന്ന് വാങ്ങി ഇങ്ങനെ പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് അത് ശരിയായില്ല, ഇതെനിക്ക് പറ്റിയതല്ല എന്ന് തോന്നിയ ഉടനെ അത് തിരിച്ചു കൊടുക്കാനും അത് വാങ്ങി വെക്കാനും അത് വിൽക്കുന്ന ആൾക്കും ബാധ്യതയുണ്ട്, അത് തിരിച്ചു കൊടുക്കാനുള്ള അവകാശം ഈ വാങ്ങിയ ആൾക്കും ഉണ്ട് എന്നത്. ഒരു ആടിനെ അകിട് കെട്ടി വെച്ചിട്ട് പാല് വളരെ കൂടുതലുണ്ടെന്ന് 2 ദിവസമൊക്കെ പാല് കറക്കാതെ അകിട് കെട്ടിവെച്ച് നല്ല പാല് തരുന്ന ഇനമാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാക്കിയതിന് ശേഷം ആടിനെ വിൽപ്പന ചെയ്ത ഒരു സംഭവത്തിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് പിന്നീട് നമ്മൾ പരിശോധിച്ചപ്പോൾ അത്രയൊന്നും പാല് കിട്ടുന്നില്ല എന്ന് കാണുകയാണെങ്കിൽ ആ ആടിനെ നീ തിരിച്ച് തന്ന ആൾക്ക് തന്നെ കൊടുത്തേക്ക്, കൂടെ നീ പാല് കറന്നെടുത്തതിന് വേണ്ടി ഒരു കാരക്കയും കൊടുത്തേക്ക് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അയാളുടെ ഹക്ക് നിനക്ക് വേണ്ട, പക്ഷെ അത് തിരിച്ചു വാങ്ങാനുള്ള ബാധ്യത അത് നിനക്ക് വിറ്റ ആൾക്കുണ്ട്. ചതി പ്രയോഗിച്ചാൽ അതിൻ്റെ വിക്റ്റിമാവാൻ നിനക്ക് യാതൊരു ബാധ്യതയില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു ഹദീസ് കാണാൻ കഴിയും. പിന്നെ
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന, നബീന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ പറയുന്ന അൽ ഹൽഫു മൻഫഖ, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു സംഗതിയാണ്. നീ അങ്ങനെ ശപഥം ചെയ്ത് പറയുന്നത്, ഇത് വല്ലാഹി ഇത് അത്രയും ഗുണമുള്ളതാണ്, ഇത്രയും ഗുണമുള്ളതാണെന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് കച്ചവടം ചെയ്യുന്ന ആളുടെ, മാർക്കറ്റ് വിപണനം ചെയ്യുന്ന ആളുടെ അത് വിറ്റുപോകാൻ ഉപകരിക്കും. പക്ഷേ അത് ചരക്ക് തീർന്നു പോകാൻ ഉപകരിച്ചു എന്ന് വന്നേക്കും. പക്ഷെ മുംഹിഖത്തുൻ ലിൽ ബറക്ക എന്നാണ് പറയുന്നത്. അത് ബറക്കത്തിനെ നശിപ്പിച്ച് കളയുന്നതാണ് എന്നതാണ് ഹദീസിൽ സൂചിപ്പിക്കുന്ന ഒരു സംഗതി. പിന്നെ ആഹാര സാധനങ്ങൾ വേറൊന്ന്, നമ്മളിപ്പോൾ കായ്ച്ചു നിൽക്കുന്ന മരത്തിൻ്റെ ഈൽഡിന് സമയമായിട്ടില്ല, അതിൻ്റെ മുമ്പ് തന്നെ അത് മതിപ്പ് വിലയിൽ വാങ്ങാൻ വേണ്ടി അത് വിൽപ്പന നടത്തുന്ന, ഇത് ചിലപ്പോൾ ആ വിഭവം വിളയാനുള്ള സമയം പോലും ഉണ്ടായില്ല എന്ന് വരും, അത് നശിച്ചു പോകും. അതിൽ പകുതിയും കേടായതിന് ശേഷമായിരിക്കും അത് വാങ്ങിയ ആൾക്ക് അത് പറിച്ചെടുക്കാൻ കഴിയുക. ഇങ്ങനെയൊക്കെയുള്ള സാധ്യത കൊണ്ട് മതിപ്പ് വിലക്ക് ഊഹക്കച്ചവടം എന്ന നിലക്ക് അത് നടത്തുന്നത് നിരോധിച്ചുകൊണ്ടുള്ള ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. പിന്നെ ചരക്കുമായിട്ട് ഇപ്പം പലപ്പോഴും എനിക്ക് എൻ്റെ നാട്ടിൽ, ജന്മനാട്ടിൽ ആയിരുന്നപ്പോൾ കണ്ടിട്ടുള്ള ഒരു ഇഷ്യൂ ആണത്. അത് മത്സ്യം പിടിച്ചുകൊണ്ട് വരുന്ന ആള് കരയിലേക്ക് വരുന്നതോടുകൂടി അയാളുടെ വഞ്ചിയുടെ ചുറ്റുമായിട്ട് എല്ലാവരും അങ്ങ് പൊതിയാണ്. എന്നിട്ട് വില പറഞ്ഞു, ഇന്നത്തെ പോലെ മൊബൈലിൽ നേരത്തെ വിളിച്ചു നോക്കിയിട്ട് മാർക്കറ്റിന്റെ പൾസ് അറിഞ്ഞുകൊണ്ട് ഈ പിടിച്ചു കൊണ്ടുവന്ന ആൾക്ക് ചിലപ്പോൾ ഒരു രാത്രി 1.5 ദിവസമൊക്കെ മുഴുവനായിട്ട് കടലിൽ വിശപ്പും ദാഹവും സഹിച്ചിട്ടൊക്കെ പിടിച്ചു കൊണ്ടുവന്ന മീനായിരിക്കും. അത് മാർക്കറ്റിൽ തീരെ വിലയില്ല, അവിടെ അത്ര കൂടുതലുണ്ടായിട്ടുണ്ട്, ഇവിടെ അത്ര കൂടുതലുണ്ട്, അതുകൊണ്ട് മാർക്കറ്റിൽ വിലയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വന്നിട്ട്, ഒരു മിഡിൽ മാൻ വന്ന് കച്ചവടാക്കിയിട്ട് പിന്നെ അയാൾ റീറ്റെയിൽ ചെയ്തുകൊണ്ട് പലർക്കും തൂക്കി കൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അതുപോലെ ചന്തകളിലേക്ക് ചരക്കുമായിട്ട് ഒരു ഗ്രാമീണൻ വന്നാൽ പട്ടണവാസി അവിടെ ചെന്നിട്ട് അയാളുടെ അടുത്ത് ഒന്നിച്ചങ്ങ് വാങ്ങാം, എന്നിട്ട് പിന്നെ വിൽക്കുന്നത് അയാളായിരിക്കുക. അപ്പൊ ഈ വരുന്ന ആൾക്ക് മാർക്കറ്റിന്റെ ചലനങ്ങൾ എന്താണെന്നുള്ളതിനെ പറ്റി യാതൊരു ധാരണയില്ലാതെ ആയിരിക്കും ഈ വിഭവങ്ങളായിട്ട് വരുന്നുണ്ടാവുക. പക്ഷെ പട്ടണത്തിലുള്ള കച്ചവടക്കാരന് അതിന്റെ എല്ലാ സംഗതികളും അറിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നുണ്ടാവുക. അപ്പം അറിവ് തടഞ്ഞു വെച്ചുകൊണ്ട് കച്ചവടം നടത്തിയാൽ അത് ഹലാലാവില്ല, അത് ബർക്കത്തുള്ളതാവില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിക്കണമെന്ന് കാണാൻ കഴിയും. ഇപ്പോൾ നമുക്ക് പലപ്പോഴും അത് മനസ്സിലാക്കാൻ കഴിയുന്ന ചില ഡെവലപ്മെന്റ്സ് നാട്ടിലുണ്ടാവുന്ന ഒരു സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ ചില ഇടപാടുകൾക്ക് മുതിരും. അവിടെ ചില അറിവുള്ളവർക്ക് ആ അറിവിന്റെ ബെനിഫിറ്റ് കിട്ടും, അറിവില്ലാത്തവർക്ക് ആ അറിവില്ലാത്തത് കൊണ്ടുള്ള വലിയ നഷ്ടം ഉണ്ടാവും. അങ്ങനത്തെ ഇടപാടുകൾ ബർക്കത്തുണ്ടാവില്ലാത്ത ഇടപാടുകളായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസ്, ഇതുപോലെയുള്ള ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് സഹായകമാവുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ മൃഗത്തിനെ, അതുപോലെ വയറ്റിലുള്ള ഒരു മൃഗത്തിന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ വിൽപ്പന നടത്തുന്ന ഒരു ഇടപാട്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. ഇനി ഈ പ്രസവം ഏതായാലും വിറ്റുപോയി, അടുത്ത പ്രസവത്തിൽ ഉണ്ടാവുന്ന കുഞ്ഞിനെ നിനക്ക് ഞാൻ വിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ പൈസ വാങ്ങുന്ന ഒരു ഇടപാട്, അതും വിലക്കിയിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങൾ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഞാൻ ഇതൊക്കെ പറഞ്ഞു പിന്നെ എവിടെ എത്തൂല. അപ്പം ഞാൻ ഇത്രയും സൂചിപ്പിച്ചിട്ടുള്ളത്, ഈ വിഷയം നമ്മളൊരു ഡിസിപ്ലിൻ എന്ന നിലക്കുള്ള ഒരു പഠനത്തിന് ഒരു ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ കാലഘട്ടത്തിൽ ഈ മേഖലയിൽ പഠനം നടത്തുന്ന ഒരു അക്കാഡമിക് ഫീൽഡിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷേ ഭയങ്കരമായി അവരെ വിസ്മയിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരുപാട് പ്രിൻസിപ്പിൾസ് ഇതിന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയും. അത് സമൂഹത്തിന് വളരെയേറെ, പ്രത്യേകിച്ച് ഈ മേഖലയിൽ പഠനം നടത്തുന്ന ആളുകൾക്ക് വളരെ കൂടുതൽ ഉപകരിക്കും എന്ന് മനസ്സിലാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഈ നമ്മുടെ സമയം എൻ്റെ നിയന്ത്രണത്തിലോ ആരുടെയും നിയന്ത്രണത്തിലോ അല്ലാത്ത വിധം അങ്ങ് പോകുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ട്. അതുകൊണ്ട് ഞാൻ നീണ്ടുപോയതിൽ ക്ഷമ ചോദിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ശേഷിക്കുന്ന കുറഞ്ഞ സമയം നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് എന്ന് മാത്രം സൂചിപ്പിക്കാം. ഞാൻ ഇങ്ങനെ ഒരു പരിപാടി രണ്ടാമത്തെ തവണ ഇപ്പോൾ വരുന്നത്. കഴിഞ്ഞ തവണയും നല്ല വിഷയമായിരുന്നു. ഇത്തവണ വളരെ സന്തോഷമായി. മാർക്കറ്റിനെ കുറിച്ച് തുടങ്ങി അത് ഖുർആനെ ഫിറ്റാക്കുമ്പോൾ ഇപ്പോൾ ആയത്തിറങ്ങുന്നത് പോലെ ഇങ്ങനെ തോന്നുക ഓരോന്നും. കഴിഞ്ഞ തവണയും അതുപോലെ തന്നെയായിരുന്നു.
സാമൂഹ്യ ബന്ധങ്ങളെക്കുറിച്ച് പെരുമാറ്റങ്ങളെക്കുറിച്ച് ക്ലാസ് ബേസിക്കായിട്ട് ഒരാൾ പറഞ്ഞതിന് ശേഷം വിലായത്ത് നടത്തിയ ക്ലാസ്. അപ്പോൾ കുറേ പഠിക്കാൻ കഴിഞ്ഞു. ഇന്ന് അതിനേക്കാൾ മനോഹരമാണ്. അതിനെ അഭിനന്ദിക്കാൻ വേണ്ടി വന്നതാണ്. അതോടൊപ്പം തന്നെ ഇവിടെ പറഞ്ഞ മാർക്കറ്റിൽ പ്രൈസ്, അതുപോലെ തന്നെ പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഈ പറയുന്ന 4 കാര്യങ്ങൾ ഇവിടെ കാര്യമായിട്ട് ഊന്നലെടുത്തു. അതാണ് മാർക്കറ്റ് എന്ന് പറഞ്ഞു. ആ മാർക്കറ്റിനെ വളരെ മനോഹരമായിട്ട് ഖുർആനിലൂടെ തന്നെ പറയുകയുണ്ടായി. അതുപോലെ പ്രോഡക്റ്റ്, പ്രൈസ്, അതുപോലെ തന്നെ എന്താ പറഞ്ഞത്, പ്രൊമോട്ട് ചെയ്യുക എന്ന് പറഞ്ഞു. അതിനെ 4നെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഖുർആനിൽ പറയാൻ കഴിഞ്ഞു. മോഡേൺ ഇതിലേക്ക് എത്തുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്, നിക്ഷേപം, അതുപോലെ തന്നെ ഈ പറയുന്ന ആധുനിക ഇൻഫർമേഷൻ ടെക്നോളജി, ആഗോളവൽക്കരണത്തിൻ്റെ യുഗത്തിലേക്ക് എത്തുമ്പോൾ കുറേ കൂടി മാറുകയാണ്. ഇൻഫർമേഷൻ ടെക്നോളജിയിലാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് ഭയങ്കര കുതിപ്പ് നടത്തിയിട്ടുണ്ട്. ഇൻഡസ്ട്രി, ഇൻഫർമേഷൻ ടെക്നോളജി, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്, അതും കഴിഞ്ഞ് വളരെ മോഡേണായിട്ട് വന്നിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ ഈ കമ്പോളവൽക്കരണവും ആഗോളവൽക്കരണവും യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ബേസാണ്. അതിൽ പറഞ്ഞ ലേബലിങ്, ബ്രാൻഡിങ്, മൈൻഡിങ്, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒറ്റൊന്നിനും എന്താന്നില്ല ഇസ്ലാം എതിരായി വരുന്നില്ല. അത് ഖുർആൻ്റെ ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷെ അതിൽ ഹറാമ് ഹലാൽ വേർതിരിക്കുന്ന അതിർവരമ്പുകളൊന്ന് സൂക്ഷിക്കണമെന്ന്. പക്ഷെ ഇവിടെ ചരിത്രപരമായി പറയുമ്പോഴങ്ങനെ ഖുർആൻ ഇറങ്ങി 5-6 നൂറ്റാണ്ടുകൾ ലോകത്തിൻ്റെ സമ്പൽശാസ്ത്രം കൈകാര്യം ചെയ്ത മുസ്ലിങ്ങളാണ്. മാത്രമല്ല നിങ്ങൾ പറഞ്ഞ തനാസഴത്തും ഫിഷയിൽ അതിൽ അത്തിയുള്ള അത്തിയുർ റസൂൽ അതാണ് നിങ്ങൾ തുടങ്ങിയതുപോലെ തന്നെ അള്ളയും റസൂലും പിന്നെ അതിന് ശേഷം ഇമാമിങ്ങൾ അബു ഹനീഫിൻ്റെ ഒക്കെ കിതാബ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഭയങ്കരമാണ്. അവിടെ നിന്നൊട്ട് ഏറ്റവും കൂടുതൽ ഇബ്നു ഖൽദൂനാണ് സാമ്പത്തിക ശാസ്ത്രത്തിന് ചരിത്രത്തിന് പിതാവായിട്ട് ശരിക്കും അറിയപ്പെടേണ്ടത്. അവിടെ നിന്നൊട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന പണ്ഡിതന്മാർ വരെയും തുടർച്ചയായിട്ട് നമുക്ക് പറയാൻ പറ്റും. മറുവശത്ത് മാൽത്തൂസിൻ തിയറിയും വെൽത്ത് ഓഫ് നാഷൻ എന്ന് പറഞ്ഞാൽ ആഡം സ്മിത്ത് മുതൽക്ക് പിന്നെ കൗഡില്യൻ്റെ അർത്ഥശാസ്ത്രം വരെ കൗഡില്യൻ്റെ അർത്ഥശാസ്ത്രം എന്താണോ അതിൻ്റെ അതേ ആശയമാണ് ഈ പറഞ്ഞ ഇയാൾ ഇറങ്ങിയ മാൽത്തൂഷി തിയറി. അതേ ആശയം തന്നെയാണ് ഈ പറയുന്ന വെൽത്ത് ഓഫ് ദി നാഷൻ എന്ന് പറഞ്ഞത്. ഏറ്റവും കൂടുതൽ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ വരെയും പോകുന്നത് മറുവശ കൊള്ള, അക്രമം, അതിക്രമം, എങ്ങനെയെങ്കിലും സമ്പത്തുണ്ടാക്കുക എന്നുള്ള തിന്മയുടെ വശത്തെ ഒരു വശത്തൂടെ എങ്ങനെ തത്വശാസ്ത്രം അവതരിപ്പിക്കുമ്പോൾ അത് പിന്നെ സ്റ്റേറ്റ് മുതലാളിത്തം എന്നോ അല്ലെ മൂലധന മുതലാളിത്തം എന്നോ അല്ലെ ആഗോള മുതലാളിത്തം എന്ത് പറഞ്ഞാലും ഒക്കെ ഒരേ ബേസിലാണ് പാരമ്പര്യമായിട്ട് വരുന്നത്. ഒരു കാറൂനീസ് അവിടെ കാണാം. ഇപ്പുറത്ത് നമ്മൾ കാണുന്നത് പിന്നെ നല്ലൊരു വശത്തിൻ്റെ ബിസിനസ്സും മാർക്കറ്റും ഒക്കെ ഇങ്ങനെ കാണുകയും ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ ബേസ് ആത്മീയതയും ഭൗതികതയും ബന്ധിക്കുന്ന ഈ ഖുർആനിൽ കണ്ടെത്താൻ കഴിഞ്ഞു. അതിലൊന്ന് മെറ്റഫറായിട്ട് പറഞ്ഞത് വല്ലാതെ തന്നെ സ്വാധീനിച്ചു. അവിടെ തന്നെ അതോടൊപ്പം തന്നെ അതിൻ്റെ മോട്ടിഫിക്കേഷൻ പറഞ്ഞത് വളരെ ഫിറ്റായി. ഈ 2 വശത്തെയും എടുക്കുമ്പോഴും നമ്മുടെ മൈൻഡിങ് ഭയങ്കരം. കോൾഗേറ്റ് എന്ന് കേൾക്കുമ്പോൾ പല്ലിന്ന് കേൾക്കുമ്പോൾ ഒരു പെണ്ണിൻ്റെ ചിത്രം എന്ന് പറയുന്ന ആ മാനസിക അവസ്ഥയെ അന്നത്തെ കച്ചവടക്കാരുടെ സംശുദ്ധത വളരെ ക്ലിയറായിരുന്നു. അതുകൊണ്ടാണ് ഭരണരംഗത്ത് സാമുദ്രി രാജാവിനെ ഏറ്റവും വിശ്വസ്തനാണ് അന്നത്തെ കച്ചവടം. അറബികൾ വരുമ്പോൾ പോർച്ചുഗീസുകാർ ഇവിടെ വന്ന് കേട്ടാൽ അത് നരനായിട്ടാക്കി നശിപ്പിക്കുന്നത് വരെ നമ്മൾ കാണാൻ കഴിയുന്നത് അതാണ്. സിറാജുദ്ദൗലിനെ ഒറ്റിക്കൊടുത്തത് മീർ ജാഫർ മാത്രമല്ല, അവിടുത്തെ നല്ല ഹിന്ദു വ്യവസായികളാണ്. അപ്പോൾ ചക്രവർത്തിയെ ഒറ്റിക്കൊടുക്കുന്നതിലും അതുപോലെ തന്നെ ഇവിടുത്തെ സാമുദ്രിയെ പിടിച്ചു നിർത്തുന്നതിലൊക്കെ സത്യസന്ധതയുടെ കച്ചവടം, സത്യസന്ധരായ കച്ചവടക്കാരുടെ ആ വല്ലാത്ത ഖുർആൻ്റെ ആ ഇത് എല്ലാ ആയത്തുകളെയും ഇപ്പോൾ തിജാറത്തിൻ്റെ ദബൂർ തൊട്ട് ഇവിടെ ഓതി ആയത്തുകളൊക്കെ വളരെ ഫിറ്റാണ്. ഇത് മനസ്സിലിട്ട് മൈൻഡ് ചെയ്തിട്ടാണ് അന്നത്തെ സത്യവിശ്വാസ കച്ചവടമായിട്ട് ഇറങ്ങിയത്. അത് യൂറോപ്പിലെ നമ്മൾ കാണുന്ന പിന്നെ ഈ പറഞ്ഞ സ്പെയിനിലാകട്ടെ, ഇന്ത്യയിലെ മാർക്കറ്റ് ബോംബെ, ഗുജറാത്ത് മുതൽക്ക് കൊൽക്കത്ത വരെയുള്ള ബിസിനസ്സിൻ്റെ ബേസിലൂടെ പോവുകയാണെങ്കിൽ ചരിത്രപരമായിട്ട് നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ പറ്റും ഇസ്ലാമിൻ്റെ ബിസിനസ് ശൃംഖല. അപ്പോൾ ആഗോളവൽക്കരണത്തെ ഇസ്ലാം സമ്മതിക്കുന്നുണ്ട്. അതുപോലെ കമ്പോളവൽക്കരണം എന്ന ഏറ്റവും മോഡേൺ ആയിട്ടുള്ള യുഗത്തിൽ ഈ കമ്പോളവൽക്കരണത്തെ ശരിക്കും ഖുർആൻ ഫിറ്റാണ്. അത് ഈ ആയത്ത് ഓതി ഫിറ്റാണ്. നിങ്ങൾ പറഞ്ഞ ഫിറ്റാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചുള്ള അത്രേ പറയാനുള്ളൂ. നല്ല ഒരു മാർക്കറ്റിംഗ് ചരിത്രപരമായിട്ട് തന്നെ ലോകത്ത് മാതൃക കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കൗഡില്യനെയും കൂടി പഠിക്കണം. അതോടൊപ്പം തന്നെ വെൽത്ത് ഓഫ് ദി നാഷൻ വായിക്കണം, മാൽത്തൂഷ്യൻ തിയറി വായിക്കണം, മോഡേണായിട്ട് ഒരു വശം വായിക്കണം. അതിൻ്റെ മറുവശത്ത് ഈ അബു ഹനീഫ മുതൽക്ക് ഇതുവരെയുള്ള ഒരു പഠനം കൂടി നടത്തിക്കൊണ്ട് അവസാനം ഈ വിലായത്തുള്ള സാർ പറഞ്ഞതുപോലെ തന്നെ ചേർത്ത് പറയുമ്പോൾ നമുക്ക് പുതിയ തലമുറക്ക് അത് വല്ലാതെ ഉൾക്കൊള്ളാൻ കഴിയും. അത് സമൂഹത്തിൽ എങ്ങനെ ഫിറ്റാക്കണം എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് തത്വശാസ്ത്രം അവതരിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഒരു കൂട്ടായ്മയും വേണ്ടിയിട്ട്. കാരണം ഇവിടുത്തെ ഈ മൂല്യന്മാരി ഈ മാർക്കറ്റിലും വിലായത്തുള്ള സാർ പറഞ്ഞ പോലെ ഈ
മാർക്കറ്റിലെ മുസ്ലിങ്ങളെയൊക്കെ കണ്ടുകൊണ്ട് നമുക്കിത് നടത്തായില്ലെങ്കിലും നമ്മളങ്ങനെ ഒരു ചിന്ത അവതരിപ്പിക്കാൻ കഴിയുക എന്നുള്ളത് വല്ലാത്ത ഗംഭീരമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഈ ക്ലാസ് എന്നെ സമയങ്ങളിൽ എനിക്ക് ഭയങ്കര ഉപകാരപ്പെട്ട് ആ നന്ദി മാത്രം അറിയിക്കുകയാണ്. പിന്നെ റഹ്മത്തുള്ള സാർ ഇവിടെ ഉള്ള മുന്നിൽ എന്ത് സാമ്പത്തിക ശാസ്ത്രം ഞാൻ പറയേണ്ട അറിയില്ല. കാരണം ഞാൻ പഠിച്ചിടത്തോളം റഹ്മത്തുള്ള സാറ് സാമ്പത്തിക പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും വായിച്ചിട്ടുണ്ട്. ഒരുപാട് പുസ്തകങ്ങൾ, ഒരുപാട് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ചില ആൾക്കാരൊക്കെ എഴുതുന്നത് വായിക്കുന്ന അത്ര അറിവിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ചർച്ച കൺക്ലൂഡ് ചെയ്തുകൊണ്ട് സവാദ് സാഹിബ് സംസാരിക്കും. അസ്സലാമു അലൈക്കും. അവസാനിപ്പിക്കുകയാണ്. ഞാനിതിൻ്റെ ഒരു ആധുനിക വശം മാത്രമേ സംസാരിച്ച് പോയിട്ടുള്ളൂ. പിന്നെ ഹദീസുകളെല്ലാം കൃത്യമായിട്ട് ഞാൻ പറയാൻ എഴുതി കൊണ്ടുവന്നു. പക്ഷെ സാറിങ്ങനെ വന്നിരുന്നപ്പോൾ എനിക്ക് തോന്നി സമയം അതിക്രമിക്കുന്നു എന്ന് തോന്നിയപ്പം ഹദീസുകൾ വായിക്കാതെ വിട്ട് ഞാൻ അതിൻ്റെ ഒരു സംക്ഷിപ്തം പറഞ്ഞാണ്ട് അവസാനിപ്പിച്ചതാണ്. സാറ് പറഞ്ഞ ബുഖാരിയിലും മുസ്ലിമിലും പറഞ്ഞ ഹദീസുകളൊക്കെ ഞാനൊന്ന് പരതി നോക്കി. അതിൻ്റെ ഒരു അന്തസത്ത് മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇതൊരു വളരെ സാറ് പറഞ്ഞതിൽ വളരെ സാധ്യതകളുള്ളൊരു ഫീൽഡാണ്. വളരെ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നമുക്കൊരു പുതിയൊരു ദിശ കൊടുക്കാൻ പറ്റും. എന്തായാലും കൂടുതൽ സംസാരിക്കുന്നില്ല.